സാധ്യതയുള്ള മേഖലകൾ മാത്രമായിട്ട് നമുക്ക്. അപ്പോ നമുക്കാണെങ്കിൽ അടുത്തിടയ്ക്കായിട്ട് ചോദിക്കുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് ആവശ്യമുള്ളൂ. അടുത്തിടെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്ത്യയുടേതായിട്ടുള്ള അക്ഷാംശ സ്ഥാനം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എത്രയാണെന്ന് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം അറിയില്ല എങ്കിൽ പാസ് എന്ന് കമന്റ് ചെയ്താലും മതി, കുഴപ്പമില്ല. അറിയില്ല എങ്കിൽ പാസ് എന്ന് കമന്റ് ചെയ്തോളൂ. അറിയാമെങ്കിൽ അക്ഷാംശ സ്ഥാനം കമന്റ് ചെയ്തോളൂ. തെറ്റിയാലും കുഴപ്പമില്ല, തെറ്റിയാലും കുഴപ്പമില്ല, ഒന്ന് കമന്റ് ചെയ്തോ. പാസ്. ഓക്കെ. അപ്പോ നമ്മുടെ സിലബസിനകത്ത് യഥാർത്ഥത്തിൽ അക്ഷാംശം രേഖാംശം എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ സിലബസിനകത്ത് യഥാർത്ഥത്തിൽ ഇല്ല. പക്ഷേ എങ്കിലും നമ്മുടെ കഴിഞ്ഞ എൽഡിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് അടുത്ത കാലത്തായിട്ട് ഇപ്പോൾ ഈ മാസം തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. നമ്മുടെ സിലബസിനകത്ത് ഇല്ല എങ്കിലും അക്ഷാംശം ചോദിക്കാനുള്ള പ്രധാന കാരണം ഇതാണ്. നമ്മൾ സാധാരണ അക്ഷാംശം രേഖാംശം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് വരുന്നത് ഇപ്പോ നമ്മുടെ ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിങ്ങനെ വേൾഡ് ലെവലിലുള്ളതായിരിക്കും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരിക. പക്ഷെ PSC ഏറ്റവും കൂടുതൽ ഈ മേഖലയിലല്ല ചോദിക്കുന്നത്. ഇന്ത്യയുടേതായിട്ടുള്ള അക്ഷാംശം, ഇന്ത്യയുടെ രേഖാംശം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഇതൊക്കെയാണ് ചോദിക്കുന്നത്. ഇന്ത്യൻ ജോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക്കിൽ അതാണ് ചോദിക്കുന്നത്. 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്ററിനകത്ത് ഇന്ത്യയുടെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്നാണ് ടോപ്പിക്കിന്റെ പേര്. സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമുക്ക് നേരെ അക്ഷാംശത്തിലേക്ക് പോവാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അക്ഷാംശം. ടോപ്പിക് ആയിട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് മാക്സിമം നമുക്ക് ഏരിയകൾ കുറെ കവർ ചെയ്യാറുണ്ടാവും. അതായത് അടുത്ത കാലത്തായിട്ട് PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള ഏരിയകൾ മാക്സിമം കവർ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക് ആയിട്ട് അക്ഷാംശം രേഖാംശം വലിച്ചു വരെ ഒരുപാട് കാര്യമൊന്നും പറയുന്നില്ല. നമുക്ക് ഈ 1 മണിക്കൂറിനകത്ത് തന്നെ മാക്സിമം ഏരിയ കവർ ചെയ്യണം. ഓക്കെ. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് അക്ഷാംശ രേഖ എന്തിന് ഉപയോഗിക്കുന്നു. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. ബൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം കൂടെ ഒരുമിച്ച് അൺമ്യൂട്ട് ചെയ്തിരുന്നാൽ മതി. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോളൂ. എന്തിനായിരിക്കും അക്ഷാംശ രേഖ ഉപയോഗിക്കുന്നത്? ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അക്ഷാംശത്തിന്റെ ഉപയോഗം. തെറ്റിയാലും കുഴപ്പമില്ല, എന്തെങ്കിലും ഒന്ന് പറയടേ. അക്ഷാംശത്തിന്റെ ഉപയോഗം എന്തായിരിക്കും? അറിയില്ല. ഓക്കെ. കാലാവസ്ഥാ പഠനത്തിനും സ്ഥാനനിർണയത്തിനും. അപ്പോൾ അക്ഷാംശത്തിന്റെ ഉപയോഗം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാലാവസ്ഥാ പഠനത്തിനും സ്ഥാനനിർണയത്തിനും ഉപയോഗിക്കുന്ന രേഖകളെയാണ് നമ്മൾ അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും. ലാറ്റിറ്റ്യൂഡ് അക്ഷാംശ രേഖകൾ. ഈ അക്ഷാംശ രേഖകൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ. നമുക്ക് ഇന്ത്യ ബേസ് ചെയ്ത് പഠിക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനവും ഇന്ത്യയുടെ അക്ഷാംശ രേഖയുമാണ് ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണ്? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതാണ്? കമന്റ് ചെയ്തോളൂ. ഏതായിരിക്കും? ഓക്കെ. ഉത്തരായന രേഖ കറക്റ്റ് ആണ്. ഉത്തരായന രേഖ. നമ്മുടെ നടുക്കൂടെ കടന്നു പോകുന്നതിനെ നമ്മൾ ഭൂമധ്യരേഖ എന്ന് വിളിക്കുന്നു. ഞാൻ ഇപ്പൊ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടോളെ. PSC ഈ മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കാണാതെ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് അല്ല പലപ്പോഴും ചോദിക്കുന്നത്. മനസ്സിലാക്കി പഠിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പാരഗ്രാഫ് ആയിട്ട് പ്രസ്താവനയായിട്ടൊക്കെ ചോദിക്കും. അതുകൊണ്ട് മനസ്സിലാക്കി പഠിച്ചോളൂ. അപ്പോൾ നടുക്കൂടെ പോകുന്നത് ഭൂമധ്യരേഖ. നമുക്ക് ആവശ്യമുള്ളത് അതല്ല. നമുക്ക് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുകളിലായിട്ട് മറ്റൊരു രേഖയുണ്ട്, ഉത്തരായന രേഖ. ഈ ഉത്തരായന രേഖയിലൂടെയാണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത്. ഈ ഉത്തരായന രേഖയാണ്. ഈ ഉത്തരായന രേഖ എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടികൾ പ്രത്യേകം ചെയ്യുക. ട്രോപ്പിക് ഓഫ് ഏതായിരിക്കും? ക്യാൻസർ ആണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. ഓക്കെ. ഇത് 23.5 ഡിഗ്രിയാണ് ഇതിൻ്റെതായിട്ടുള്ളത്. ഇത് നോർത്ത് ആണെന്ന് പ്രത്യേകം ഓർമ്മിച്ചു വെച്ചോ. നോർത്ത് ആണ്. അപ്പൊ ഇന്ത്യയുടെ അക്ഷാംശ രേഖ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 23.5 ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖ. ഏതാണ്? 23.5 ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖ. അപ്പൊ ഇന്ത്യയുടെ അക്ഷാംശ രേഖ ഏതാണ്? 23.5 ഡിഗ്രി നോർത്ത് ഉത്തരായന രേഖ. അപ്പോൾ ഈ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട്. 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ രേഖ കടന്നു പോകുന്നത്. 23.5 ഡിഗ്രി ഈ ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ 8 എണ്ണമാണ്. അപ്പോൾ ഈ 8 എണ്ണം ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കാണെങ്കിൽ ഇന്ത്യ ഏകദേശം ഇതിന്റെ നടുക്കൂടെയാണ്. ഈ നമ്മുടെ ഗുജറാത്തിന്റെ സൈഡ് വഴിയാണ് ഇത് പാസ് ചെയ്യുന്നത്. ഇന്ത്യയുടെ നടുക്കൂടെ ഗുജറാത്ത് വഴിയാണ് ഇത് പാസ് ചെയ്യുന്നത്.
അപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങളായിരിക്കുമെന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തേ. നമുക്ക് പല കോഡുകളൊക്കെ പഠിക്കുന്ന ആൾക്കാരുടെ MT MGR JCB വാങ്ങിയ ഒരു കോഡ് ഉണ്ടാവും, അല്ലെങ്കിൽ രാമജപം യുഗുചത്ര എന്നൊരു കോഡ് ഉണ്ടാവും. ഏത് തന്നെ ആയാലും ജസ്റ്റ് ഇപ്പൊ എന്തായാലും മനസ്സിലാക്കി പഠിക്കുന്ന രീതിയിൽ പറയാം. ഫസ്റ്റ് വരുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഗുജറാത്ത് ആണ്. ഗുജറാത്തിന്റെ തൊട്ടപ്പുറത്തായിട്ട് വരുന്നത്, ഗുജറാത്തിന്റെ തൊട്ടടുത്തായിട്ട് വരുന്നത് രാജസ്ഥാനാണ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് വരുന്നത് ഏതാണ്? ഗുജറാത്ത്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഏതാണ്? രാജസ്ഥാൻ. അതിന് തൊട്ടപ്പുറത്ത് വരുന്നത് മധ്യപ്രദേശ്. ഇനി മധ്യപ്രദേശിന്റെയും അടുത്ത് ഏതായിരിക്കും? ഛത്തീസ്ഗഡ് വരുന്നുണ്ട്, ഛത്തീസ്ഗഡ്. അതിന്റെയും തൊട്ടപ്പുറത്ത് ചോദിച്ചു കഴിഞ്ഞാല് ജാർഖണ്ഡ്. അതിന്റെ അപ്പുറത്താണെങ്കിലോ വെസ്റ്റ് ബംഗാൾ. അത് കഴിഞ്ഞിട്ട് മിസോറാം, ത്രിപുര. ഈ 8 സംസ്ഥാനങ്ങളിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. 8 സംസ്ഥാനം ഏതൊക്കെയായിരുന്നു? ആ 8 സംസ്ഥാനങ്ങള് ചിലപ്പോൾ ഓപ്ഷൻ എന്ന് ചോദിക്കാം, താഴെ പറയുന്നവയിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കി പഠിക്കുക. ഫസ്റ്റ് വരുന്നത് ഗുജറാത്താണ്. തൊട്ടടുത്ത് കിടക്കുന്ന ഏതാണ്? രാജസ്ഥാൻ. രാജസ്ഥാന്റെ അപ്പുറത്താണെങ്കിലോ മധ്യപ്രദേശ്. അത് കഴിഞ്ഞിട്ട് ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. തൊട്ടടുത്തായിട്ട് മിസോറാമും ത്രിപുരയും. വടക്കിഴക്ക് സംസ്ഥാനങ്ങളുടെ ഭാഗമാണ് മിസോറാമും ത്രിപുരയും. അപ്പൊ ഒന്നുകൂടെ ഏതൊക്കെയായിരുന്നു? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ അതായത് പശ്ചിമ ബംഗാൾ, മിസോറാം, ത്രിപുര. 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. ഏത് രേഖയാണ്? 23.5 ഡിഗ്രി ഉത്തരായന രേഖ. ഇത് 23.5 ഡിഗ്രി നോർത്ത് ആണെന്ന് പ്രത്യേകം ഓർമ്മിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഉത്തരായന രേഖ കടന്നു പോകുന്ന മെട്രോപൊളിറ്റൻ സിറ്റി ഏതാണ്? കമന്റ് ചെയ്തു. ഉത്തരായന രേഖ കടന്നു പോകുന്ന മെട്രോപൊളിറ്റൻ സിറ്റി. കമന്റ് ചെയ്തോളൂ. തെറ്റിയാലും കുഴപ്പമില്ല, കാരണം പലർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന മെട്രോപൊളിറ്റൻ സിറ്റി ഏതായിരിക്കും? അഹമ്മദാബാദ്. ഓക്കെ, കറക്റ്റ് ആണ്, അഹമ്മദാബാദ്. ഓക്കെ, അപ്പൊ അഹമ്മദാബാദും ചെന്നൈയും എല്ലാം കമന്റ് വന്ന സ്ഥിതിക്ക് പറയാം. നമ്മുടെ ഭൂമധ്യരേഖയുടെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കുമാണ് നമുക്ക് ചെന്നൈ ഒക്കെ വരുന്നത്. ഇപ്പൊ അത് മാറിയിട്ടുണ്ട്, ഇപ്പൊ ബാംഗ്ലൂരിലോട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ അഹമ്മദാബാദിന് പകരം പണ്ടുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ കൊൽക്കത്തയാണ്, കൊൽക്കത്ത. ഉത്തരായന രേഖ കടന്നു പോകുന്ന, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, കൺഫ്യൂഷൻ ആവണ്ട. ഉത്തരായന രേഖ കടന്നു പോകുന്ന മെട്രോപൊളിറ്റൻ സിറ്റി പണ്ട് നമ്മൾ പഠിക്കുന്ന ഉത്തരം എന്ന് പറഞ്ഞാൽ കൊൽക്കത്ത. ഏതാണ്? കൊൽക്കത്ത. എന്നാൽ ഇപ്പോൾ അത് അപ്ഡേറ്റ് ആയിട്ട് പുതിയത് വന്നതാണ് അഹമ്മദാബാദ്. അഹമ്മദാബാദ്. ഇനി എല്ലാവർക്കും തെറ്റുന്ന ഒരു സംഭവമുണ്ട്. അഹമ്മദാബാദും അലഹബാദും പലർക്കും തെറ്റിപ്പോകും. അലഹബാദ് ഉത്തർപ്രദേശ്, അലഹബാദ് ഉത്തർപ്രദേശാണ്. അഹമ്മദാബാദ് ആണ് നമുക്ക് ആവശ്യമുള്ളത്, ഗുജറാത്തിലാണ്. ഗാന്ധിജിയുടെ അഹമ്മദാബാദ് ഓർമ്മിക്കുക. അഹമ്മദാബാദ് മില്ല് സമരം, മിൽ സ്ട്രൈക്ക് ഓർമ്മിച്ചോ? അഹമ്മദാബാദ് മിൽ സ്ട്രൈക്ക് ഓർമ്മിച്ചോ? ഗുജറാത്തിലാണ് അഹമ്മദാബാദ്. മെട്രോപൊളിറ്റൻ സിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അഹമ്മദാബാദ്. ഇനി അടുത്തതായിട്ട് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോ അക്ഷാംശ രേഖ എന്ന് പറയുന്നത് ഒറ്റ രേഖയുള്ളൂ, ഒരൊറ്റ വര. ഈ നടുക്ക് കാണുന്ന ഈ ഒരൊറ്റ വരയെ വിളിക്കുന്ന പേരാണ് അക്ഷാംശ രേഖ. എന്നാൽ ഇനി പറയുന്നത് അക്ഷാംശ സ്ഥാനം. സ്ഥാനം എന്ന് പറയുമ്പോൾ ഒന്ന് തെക്ക് ഭാഗത്തൂടെ പോകും, ഇനി ഒന്നാണെങ്കിൽ നോർത്ത് വടക്ക് ഭാഗത്തൂടെ പോകും. ഈ 2 ഭാഗത്തൂടെ പോകുന്ന രേഖകളാണ് നമുക്ക് അക്ഷാംശ സ്ഥാനമായിട്ട് കണക്കാക്കുന്നത്. അതിൽ ഒന്നാന്ന് പറഞ്ഞാൽ 8 ഡിഗ്രി 4. ഇവിടെ താഴെ എഴുതാം, ശ്രദ്ധിച്ചോളൂ. 8 ഡിഗ്രി 4, 37 ഡിഗ്രി 6, വെറും 6 8 ഡിഗ്രി 4, 37 ഡിഗ്രി 6 നോർത്ത്. ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. ഈ അടുത്ത കാലത്തായിട്ട് അതായത് ഈ മാസം തന്നെ എക്സാമിന് ചോദിച്ചപ്പോഴത്തേക്കും ഓപ്ഷനകത്താണെങ്കിൽ വടക്ക് തെക്ക് കിഴക്ക് എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് വരുന്നത് വടക്കാണോ തെക്കാണോ എന്നൊക്കെ ആയിരിക്കും ഡൗട്ട് വരിക. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ മനസ്സിൽ വരുന്നത് ഈസ്റ്റ് എന്നായിരിക്കും. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് ശീലിച്ചിട്ടുണ്ടായിരുന്നത് 82.5 ഡിഗ്രി കിഴക്ക്, 5:30 കിഴക്ക് അല്ലെങ്കിൽ ഈസ്റ്റ് ഒക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓർമ്മിക്കുക, അക്ഷാംശമാണ് പറയുന്നതെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം പകുതിക്ക് മുകളിലാണ്, ഭൂമധ്യരേഖയ്ക്ക് മുകളിലാണ്. അതുകൊണ്ട് അക്ഷാംശമാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എപ്പോഴും അക്ഷാംശ രേഖ ചോദിച്ചാലും സ്ഥാനം ചോദിച്ചാലും നോർത്ത്, വടക്കാണ് ഉത്തരം. ക്ലിയർ ആണല്ലോ? അപ്പോ ഇന്ത്യയുടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ ഏതായിരുന്നു? 23.5 ഡിഗ്രി ഉത്തരായന രേഖ, അതായത് 23.5 ഡിഗ്രി നോർത്ത്. കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8 സംസ്ഥാനങ്ങൾ: ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, മിസോറാം, ത്രിപുര. 8 സംസ്ഥാനങ്ങൾ. മെട്രോപൊളിറ്റൻ സിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഏതായിരുന്നു? അഹമ്മദാബാദ്. എന്നാൽ സ്ഥാനം ചോദിക്കുകയാണെങ്കിലോ 8 ഡിഗ്രി 4, 37 ഡിഗ്രി 6 നോർത്ത് ആണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇനി അടുത്തത് രേഖാംശം.
ഇനി നിങ്ങൾ കമന്റ് ചെയ്തോളൂ, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഒറ്റ രേഖയുള്ളൂ. ഇന്ത്യയുടെ കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ്? ഏത് രേഖ? ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖ. തെറ്റിയാലും കുഴപ്പമില്ല, ഒന്ന് കമന്റ് ചെയ്തോളൂ. നിങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമന്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും ഉണ്ടല്ലോ ഉണ്ടല്ലോ എന്നൊരു സന്തോഷം. ഓക്കെ, കമന്റ് ചെയ്തോ, തെറ്റിയാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒന്ന് കമന്റ് ചെയ്തോ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖ. ഓക്കെ, 82.5 ഡിഗ്രി ഈസ്റ്റ്. കറക്റ്റ് ആണ് കാവ്യ, 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. അപ്പൊ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖ ചോദിച്ചാൽ, അതായത് ലോഞ്ചിറ്റ്യൂഡ്, നമ്മൾ അക്ഷാംശം എന്നാൽ ലാറ്റിറ്റ്യൂഡ്, രേഖാംശമാണെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ്. ഈ രേഖാംശ രേഖ ചോദിച്ചാൽ 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഇത് ഓർമ്മിക്കുക, ഈസ്റ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖ ചോദിച്ചു കഴിഞ്ഞാൽ 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. എടാ, എഴുതിയിരിക്കുന്നത് കാണാമോ? ഞാൻ ഇന്ന് ബോർഡ് സെറ്റ് ചെയ്തപ്പോൾ അല്പം ക്യാമറ പറഞ്ഞോട്ടാണ് വെച്ചത്. അടുപ്പിച്ച് വെക്കണോ? ഇത് ഓക്കെ ആണോ? വായിക്കാൻ പറ്റുന്നുണ്ടോ? 82.5 ഈസ്റ്റ് ഒക്കെ ഓക്കെ. അപ്പോ ഞാൻ സാധാരണ കുറച്ചുകൂടെ ക്ലോസ് റേഞ്ചിൽ വെക്കുന്നത് അല്പം പറഞ്ഞോട്ടായി പോയി. ഓക്കെ, അപ്പൊ 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖ. ഇത് എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് ചോദിച്ചാൽ 5 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. എത്ര സംസ്ഥാനം? 5 സംസ്ഥാനം. ആ സംസ്ഥാനങ്ങളുടെ പേരെന്ന് പറഞ്ഞാൽ, ഒന്ന് ഉത്തർപ്രദേശ്, UP. തൊട്ട് താഴെയായിട്ട് വരുന്നത് മധ്യപ്രദേശ്. മധ്യപ്രദേശിന്റെയും തൊട്ട് താഴെയായിട്ട് വരുന്നതാണെങ്കിൽ ഛത്തീസ്ഗഡ്. ഛത്തീസ്ഗഡിന്റെ തൊട്ട് താഴെയായിട്ട് വരുന്നത് ഒഡീഷ. ഒഡീഷയുടെ തൊട്ട് താഴെയായിട്ട് ആന്ധ്രാപ്രദേശ്. ഇങ്ങനെ 5 സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ രേഖാംശ രേഖ കടന്നു പോകുന്നത്. അപ്പോൾ രേഖാംശ രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ പേര് ചോദിച്ചു കഴിഞ്ഞാല് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, പിന്നെ ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഒന്നുകൂടെ ഏതൊക്കെയായിരുന്നു? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഒന്നുകൂടെ ഏതൊക്കെയായിരുന്നു? ഉത്തർപ്രദേശ്, തൊട്ട് താഴെ മധ്യപ്രദേശ്, അതിന്റെ താഴെ ഛത്തീസ്ഗഡ്, അത് കഴിഞ്ഞിട്ട് ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഈ 5 സംസ്ഥാനങ്ങളെ കടന്നു വന്നു. അപ്പോ അക്ഷാംശം കടന്നു വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8, രേഖാംശം കടന്നു വന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 5. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ രേഖാംശ രേഖ കടന്നു പോകുമ്പോൾ ഒരു ക്ലോക്ക് ടവർ ഉണ്ടോ? ഇന്ത്യൻ ക്ലോക്ക് ടവർ. അത് അലഹബാദിലെ മിർസാപൂർ ആണ്. അതും ചോദിക്കാറുണ്ടോ? ഇന്ത്യൻ ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലഹബാദിലെ മിർസാപൂർ. ഇന്ത്യയിലെ ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലഹബാദിലെ മിർസാപൂർ. ക്ലിയർ ആണല്ലോ? അലഹബാദിലെ മിർസാപൂരിലൂടെയാണ് ഇന്ത്യൻ ക്ലോക്ക് ടവർ സ്ഥിതി ചെയ്യുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ചോദിച്ചാൽ, ഒന്ന് ഗുജറാത്ത് വഴി പാസ് ചെയ്യും, ഒന്നാണെങ്കിൽ അരുണാചൽ വഴി പാസ് ചെയ്യും. ഒന്ന് ഗുജറാത്ത് വഴി പാസ് ചെയ്യും, ഒന്ന് അരുണാചൽ വഴി പാസ് ചെയ്യും. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്തോളൂ, എത്രയായിരിക്കും ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം? അല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം. നിങ്ങൾ അക്ഷാംശം നോക്കിയിട്ട് വലുതായിട്ട് ആരും കമന്റ് ചെയ്തില്ല. അപ്പൊ രേഖാംശം ഞാൻ തന്നെ പറയാം. രേഖാംശ സ്ഥാനം ചോദിച്ചാൽ ഞാൻ എഴുതുന്ന രീതി ശ്രദ്ധിച്ചോളെ. ഇത് പലർക്കും വളരെ എളുപ്പത്തിൽ എഴുതാൻ പറ്റുന്നതാണ്, പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കാത്തതുകൊണ്ടാണ്. ഇത് പലരും ഞാൻ ഈ പറയുന്ന പോലെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഓപ്ഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഓപ്ഷൻ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും. നോക്കിക്കോളൂ, എഴുതുന്ന രീതി ശ്രദ്ധിച്ചോളൂ. 6, 7, 8, 9. ഈ എഴുതിയ രീതി ഒന്ന് ശ്രദ്ധിച്ചോ. 6, 7, 8, 9. ഇതാണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം. 68 ഡിഗ്രി 7, 97 ഡിഗ്രി 25 ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം. അപ്പോ ഒന്നുകൂടെ ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ 68 ഡിഗ്രി 7, 97 ഡിഗ്രി 25 ഈസ്റ്റ് ആണ് ഇന്ത്യയുടെ രേഖാംശ സ്ഥാനം. ഇവിടെ ഓർമ്മിക്കേണ്ടത്, അക്ഷാംശം ചോദിച്ചാൽ നോർത്ത്, രേഖാംശം ചോദിച്ചാലോ ഈസ്റ്റ്. ഇത് എഴുതുന്ന രീതി 6, 7, 8, 9. ഇനി പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ 9 എടുത്ത് അപ്പുറത്താണോ ഇടേണ്ടത് ഇവിടെയാണോ ഇടേണ്ടത് ഒരു സംശയം തോന്നും. ഈ 9 കഴിയുമ്പോൾ സ്വാഭാവികം തോന്നും 7ന്റെ അപ്പുറത്താണോ ഇപ്പുറത്താണോ. അപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ ഈ രേഖാംശ രേഖ ചോദിച്ചാൽ 82.5 ആണ്. ഈ രേഖയെക്കാളും അല്പം ചെറുതായിരിക്കും ഈ ഗുജറാത്തിന്റെ സൈഡിലുള്ള രേഖ, കുറച്ചുകൂടെ വലുതായിരിക്കും അരുണാചലിന്റെ ഭാഗത്തുള്ള രേഖ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും 82.5യേക്കാളും അല്പം ചെറുതുമാണ്, വലുതുമാണ്. 82.5യേക്കാളും അല്പം ചെറുതുമാണ്, വലുതുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 97 എന്ന് പറയുന്നതായിരിക്കും 82യേക്കാളും വലുത്.
അപ്പൊ ഈ 9 എടുത്ത് അപ്പുറത്ത് കൊടുക്കണോ ഇപ്പുറത്ത് കൊടുക്കണോ എന്ന് ഡൗട്ട് തോന്നി കഴിഞ്ഞാൽ ചിന്തിക്കുക 82േക്കാളും വലുതാകണം. അങ്ങനെയാണെങ്കിൽ അത് ഒരിക്കലും 79 അല്ല, 97 ആയിരിക്കും. അപ്പൊ മനസ്സിലാവും 9 ഏത് സൈഡിലാണ് വരേണ്ടത്. അതുപോലെ ഇപ്പുറത്ത് ഡൗട്ട് തോന്നാം, ഈ 8 എടുത്ത് അപ്പുറത്ത് വേണോ ഇവിടെ എഴുതുന്നോ ഡൗട്ട് തോന്നാം. അപ്പോഴും ഓർമ്മിക്കുക, നമുക്കിവിടെ 82േക്കാളും ചെറിയ സംഖ്യയാണ് ആവശ്യം. ഈ 8 എടുത്ത് ഇപ്പുറത്ത് ഇട്ട് കഴിഞ്ഞാലോ 86 പോകും, വലിയ നമ്പറാവും. അപ്പോ നമുക്ക് ആവശ്യമുള്ളത് 82േക്കാളും ചെറുതുമായിരിക്കണം, വലുതുമായിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് ഏത് സൈഡിലൊക്കെ എഴുതണം എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ 6, 7, 8, 9 ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന അക്ഷാംശ രേഖ 23.5 ഡിഗ്രി, ഉത്തരായന രേഖ 8 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു. എന്നാൽ സ്ഥാനം ചോദിച്ചാൽ 8 ഡിഗ്രി 4, 37 ഡിഗ്രി 6. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖ 82.5 ഡിഗ്രി ഈസ്റ്റ്. സ്ഥാനം ചോദിച്ചു കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ 5 എന്നാൽ സ്ഥാനം ചോദിച്ചാൽ 68 ഡിഗ്രി 7, 97 ഡിഗ്രി ഈസ്റ്റ്. ക്ലിയർ ആണല്ലോ. ഇനി അടുത്തതായിട്ട് ഒരു 2 ചെറിയ കാര്യങ്ങൾ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്രയാണ്? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കമന്റ് ചെയ്തോ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം അത് ഏകദേശം എല്ലാവർക്കും അറിയാമായിരിക്കും, കാരണം എല്ലാവരും അറിയേണ്ട സംഭവമാണ്. പലപ്പോഴും ചോദിക്കുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്രയാണ്? കമന്റ് ചെയ്തോളൂ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഓക്കെ, തെറ്റിയാലും കുഴപ്പമില്ല, കമന്റ് ചെയ്തോളാം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം പാസ് എന്തെങ്കിലും കമന്റ് ചെയ്യടെ ആരെങ്കിലും? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം തെറ്റിയാലും കുഴപ്പമില്ല. ഓക്കെ, 9:30 അല്ല, 9:30 അല്ല. ഗ്രീൻവിച്ച് മീൻ ടൈം ഏകദേശമൊക്കെ അശ്വതി കറക്റ്റ് ആയി വരുന്നുണ്ട്, പക്ഷെ അതല്ല, ഇനിയുണ്ട്. ഗ്രീൻവിച്ച് ടൈമിന്റെ ബാലൻസ് ഉണ്ടായിരുന്നു. ചിലപ്പോൾ മെസ്സേജ് ഞാൻ മുഴുവൻ കാണാത്തോണ്ടായിരിക്കാം. എന്തായാലും സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ചോദിച്ചാൽ കാണാതെ പഠിച്ചു വെച്ചോ, 5:30 ഈസ്റ്റ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ചോദിച്ചാൽ 5:30 ഈസ്റ്റ്. അപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്രയാണ്? 5:30 ഈസ്റ്റ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്രയാണ്? ഞാനിത് വളരെ ചുരുക്കി പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ. ഒരു കഥ പോലെ ഒരുപാട് പറയാനുള്ള ഒരു ഏരിയ ആണ്. ദശാംശ രേഖാംശം പഠിക്കുമ്പോഴത്തേക്കും എന്തുകൊണ്ടാണ് ഈ രേഖ ഇങ്ങനെ വരുന്നത്, 82 വരുന്നത് 7.5 ഗുണിതമായതുകൊണ്ടാണ്, പിന്നെ എങ്ങനെയാണ് ഈ 5:30 സമയം കിട്ടിയത്, ഇങ്ങനെയൊക്കെ വിശദീകരിച്ച് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. പക്ഷെ നമുക്ക് സമയം കുറവായതുകൊണ്ടും, കാരണം എക്സാമിന് ഇനി കൂടുതൽ നാളില്ല, അപ്പോൾ സമയം കുറവായതുകൊണ്ടും, പിന്നെ എക്സാം ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയതുകൊണ്ട് തീരെ ചവറ് പോലെ പറയുന്നില്ല, അതുകൊണ്ട് മാത്രം ചുരുക്കി പറയുന്നു. അതുകൊണ്ട് ഒരു ടിസ്റ്റ് ഉണ്ട് ഇതിനകത്ത്, ശ്രദ്ധിച്ചിരുന്നോളൂ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ചോദിച്ചാൽ 5:30 ഈസ്റ്റ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ചോദിച്ചാൽ 5:30 ഈസ്റ്റ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചിലപ്പോൾ കാണുന്ന ഒരു സംഭവമുണ്ട്, GMT പ്ലസ് 5:30 കാണും. GMT പ്ലസ് 5:30 അതാണ് ഗ്രീനിച്ച് മീൻ ടൈം. ഇടയ്ക്ക് അശ്വതി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവമാണ് ഗ്രീനിച്ച് മീൻ ടൈം. അപ്പൊ ഗ്രീനിച്ച് മീൻ ടൈം പ്ലസ് 5:30 എന്നും കാണാം. 2 രീതിയിൽ കാണാം. 5:30 ഈസ്റ്റ് എന്നും മാത്രം കാണാം, അല്ലെങ്കിൽ ഗ്രീനിച്ച് മീൻ ടൈം പ്ലസ് അല്ലെങ്കിൽ GMT പ്ലസ് 5:30 കാണാം. രണ്ടും ശരി തന്നെയാണ്. അപ്പൊ GMT പ്ലസ് 5:30 കണ്ടാലും 5:30 കണ്ടാലും സെയിം ആണ്. പക്ഷേ എന്തിനാണ് നമ്മൾ GMT പ്ലസ് 5:30 എഴുതുന്നതെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ ക്വസ്റ്റ്യന് ചോദിക്കാം, ഗ്രീനിച്ച് സമയം 10 മണി എങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്ര എന്ന് ചോദിക്കാം. ഗ്രീനിച്ച് സമയം 10 മണി എങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അവിടെ ഈ GMT എന്ന് പറയുന്നതാണ് ഗ്രീനിച്ച് സമയമായിട്ട് കണക്കാക്കുന്നത്. ഈ ഗ്രീനിച്ച് സമയത്തിനെയാണ് നമ്മൾ എപ്പോഴും ഈ GMT എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ 10 മണി പ്ലസ് 5:30, 10 മണി പ്ലസ് 5:30, അപ്പോൾ എത്രയായിരിക്കും? 10 മണിയിൽ നിന്ന് 5:30 കൂട്ടി കഴിഞ്ഞാൽ 3:30. അപ്പോ 3:30 ആയിരിക്കും ആൻസർ. മനസ്സിലായല്ലോ? 3:30. അപ്പോ എന്താണ് GMT എന്ന് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ഈ ഗ്രീനിച്ച് സമയത്തേക്കാൾ 5:30 മുന്നിലോട്ട്. അങ്ങനെയാണെങ്കിൽ 10:30 പ്ലസ് 5:30 സമം 3:30. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, ഗ്രീനിച്ച് സമയം, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഗ്രീനിച്ച് സമയം 11 മണിയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്ര? ഗ്രീനിച്ച് സമയം 11 മണിയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്ര? കമന്റ് ചെയ്തോ. കമന്റ് ചെയ്തോടെ. ഗ്രീനിച്ച് സമയം 11 മണിയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം
ഓക്കെ അനീഷ്, കറക്റ്റ് ആണ്. ബാക്കി ആരെയും കമന്റ് കണ്ടില്ല. ഓക്കെ, എന്തായാലും 4:30 തന്നെയാണ്. ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്. 4:30. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ. ഗ്രീനിച്ച് സമയം 2 മണിയാണെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഓക്കെ, സമയം കറക്റ്റ് ആണ്. ഓക്കെ, ഗ്രീനിച്ച് സമയം 2 മണിയെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്ര? കമന്റ് ചെയ്തോ. ഗ്രീനിച്ച് സമയം 2 മണിയെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഓക്കെ, 7:30 ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ സംഭവം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഗ്രീനിച്ച് സമയത്തെക്കാളും 5:30 കൂടുതലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഓക്കെ, അശ്വതി കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോ ഗ്രീനിച്ച് സമയത്തെക്കാളും 5:30 കൂടുതലാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻസിന്റെ വ്യത്യാസം ഇതാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്ര എന്ന് മാത്രം ചോദിച്ചാൽ കാണാതെ പഠിച്ചു വെച്ചോ 5:30. ഗ്രീനിച്ച് സമയം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, സോറി, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാണാതെ പഠിച്ചു വെച്ചോ 5:30 ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്ക് എന്നൊക്കെ ചോദിക്കാം. എന്നാൽ ഗ്രീനിച്ച് സമയം തന്നിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അതിൽ നിന്ന് വേണം കൂട്ടി പറയാൻ. ഉദാഹരണത്തിന് 10 മണിയാണ് ഗ്രീനിച്ച് സമയമെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എത്ര എന്ന് വെച്ചാൽ 10 നിന്ന് കൂട്ടി പറയുക. അപ്പോ ഗ്രീനിച്ച് സമയം ഉണ്ടെങ്കിൽ മാത്രം അതിൽ നിന്ന് 5:30 കൂട്ടി പറയുക. ഇല്ലാതെ വെറുതെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ചോദിച്ചാൽ 5:30 ഇത്രയേ ഉള്ളൂ. അപ്പോ നമ്മൾ ആദ്യം പഠിച്ചത് അക്ഷാംശ രേഖ സ്ഥാനം, പിന്നെ രേഖാംശ രേഖ സ്ഥാനം, പിന്നെ പഠിച്ചത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം കൂടെ ചോദിച്ചുള്ളതാണ്. 0° രേഖാംശ രേഖ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ അല്ലെങ്കിൽ ഗ്രീനിച്ച് രേഖ എന്ന് പറയും. ഇത് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു ചോദിച്ചാൽ സമയം കണക്കാക്കാനാണ് ഉപയോഗിക്കുക. 0° രേഖാംശ രേഖ വിളിക്കുന്ന പേരാണ് ഗ്രീനിച്ച് രേഖ. ഇത് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നു വെച്ചാൽ സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്നു. ഈ 0°യുടെ നേരെ ഓപ്പോസിറ്റ്, അതായത് ഭൂമി ഒരു ഗോളമാണല്ലോ, ഈ ഗോളത്തിന്റെ നേരെ ഓപ്പോസിറ്റ് മറ്റൊരു ഡിഗ്രി ഉണ്ട്, 180°. ഈ 180° രേഖാംശ രേഖ നാം വിളിക്കുന്ന പേരാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഏതാണ്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. 180° രേഖാംശ രേഖയെ വിളിക്കുന്ന പേരാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ചോദിച്ചിട്ടുണ്ട്. 180° രേഖാംശ രേഖയെ വിളിക്കുന്ന പേരാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. അങ്ങനെയാണെങ്കിൽ ഈ രേഖ എന്തിനു ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചാൽ പേര് തന്നെ ഉണ്ട്, ദിനാങ്ക രേഖ. ദിവസം കണക്കാക്കാനാണ് ഉപയോഗിക്കുക. അപ്പൊ ദിവസം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രേഖയാണ് ഏത്? അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. എന്നാൽ സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത്? ഗ്രീനിച്ച് രേഖ. ഇനി രേഖാംശ രേഖയുടെ ഉപയോഗം ചോദിച്ചു കഴിഞ്ഞാൽ സമയം കണക്കാക്കാൻ, അക്ഷാംശ രേഖയുടെ ഉപയോഗം ചോദിച്ചാൽ സ്ഥാനം നിർണ്ണയിക്കുന്നതിനും കാലാവസ്ഥാ പഠനത്തിനും. അപ്പോൾ ഇത്രയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടേതായിട്ടുള്ള അക്ഷാംശ സ്ഥാനം 8° 4, 37° നോർത്ത് അല്ലെങ്കിൽ വടക്ക്. ഇതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. 2 തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ ഓപ്ഷൻ നോർത്ത് ആയിരുന്നു, ഒരിക്കൽ ഓപ്ഷൻ വടക്ക് എന്നായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതായിട്ട് ഇതുപോലെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം 5:30. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അപ്പൊ ഈ ഏരിയ ക്ലിയർ ആണല്ലോ. അടുത്തതിലോട്ട് പോകാമോ? കമന്റ് ചെയ്തോളൂ. ഇത് ഇത്രയും ഓക്കെ ആണോ? വേറെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാരണം നമുക്ക് കൂടുതൽ ഒരു ടോപ്പിക്കിനകത്ത് ആഴത്തിലോട്ട് ഇറങ്ങി പഠിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് പ്രീവിയസും അതിനനുബന്ധ വിവരങ്ങൾ മാത്രം പറഞ്ഞത്. വേറെ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇതുമായി കണക്ട് ചെയ്ത് വേറെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ പറയണം, ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇല്ലെങ്കിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലോട്ട് പോവാം. ഇത്ര ഓക്കെയാണ്. ഓക്കെ ഓക്കെ അപ്പോ ഇനി അടുത്ത വേറെ ടോപ്പിക്. നിങ്ങൾക്ക് പാരമ്പര്യത്തിന് ഊർജ്ജ സ്രോതസ്സുകൾ എന്താണെന്ന് കിട്ടിയിട്ടുണ്ടോ? ആവശ്യമുണ്ടോ ഇല്ലയോ? കമന്റ് ചെയ്തോ. നിങ്ങൾ ആവശ്യമുള്ളവര് എസ് എന്നും, വേണ്ട അല്ലെങ്കിൽ വേണ്ട, ആവശ്യമുള്ളവര് വേണമെന്നും, വേണ്ടാത്തവർ വേണ്ട എന്നും കൂടെ കമന്റ് ചെയ്തോ. നിങ്ങൾ വേണ്ടെന്ന് പറയുന്നതിൽ ഒരു നാണക്കേടും മടിയും കാണിക്കരുത്. കാരണം നമുക്ക് സമയം കുറവാണ്. ഓക്കെ, പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം ഞാൻ എക്സാം ബേസ് ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ എല്ലാം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അപ്പോ വേൾഡിന് അതിന് വേണ്ടി ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, എനിക്കൊന്ന് ഇന്ത്യയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ പറയാം. റാബി ഹാരിസ് ചെയ്ത് പഠിപ്പിച്ചല്ലോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇരുമ്പുരുകശാല പഠിപ്പിച്ചു, വാട്ടർ വേ പഠിപ്പിച്ചു. ഓക്കെ, അതായത് നിങ്ങൾക്ക് ഞാൻ എക്സാം ബേസ് ചെയ്തിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ ജോഗ്രഫി ഏകദേശം ആയിട്ടുണ്ട്. അപ്പൊ ഇനി വേൾഡിലുള്ള പ്രധാനപ്പെട്ട ഏരിയയിലോട്ട് പോകും. ഇനി വേൾഡിൽ നിന്നിട്ട് അത്യാവശ്യം ചോദിക്കുന്ന കുറച്ച് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമുദ്രജല പ്രവാഹങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സമുദ്രജല പ്രവാഹങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ടോ? സമുദ്രജല പ്രവാഹങ്ങൾ, സമുദ്രജല പ്രവാഹങ്ങൾ നോ. അപ്പോ പഠിക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ്. പക്ഷെ എന്നാലും നമുക്ക് മനസ്സിലാക്കിയൊക്കെ പഠിക്കാം.
അപ്പോ ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓപ്ഷൻ കാണുമ്പോഴെങ്കിലും കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്ന കാര്യം നന്നായിട്ട് ശ്രദ്ധിച്ചോ. സമുദ്രജല പ്രവാഹങ്ങൾ. എടാ, നമുക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ആഗോള മർദ്ദ മേഖല, ഇന്ത്യയുടെ വേൾഡിലെ ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അത് നിങ്ങൾക്ക് ചിലർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം, ചിലർക്ക് കിട്ടിയിട്ടില്ലായിരിക്കാം. എന്ത് തന്നെയായാലും ആ മേഖലയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് ഇത് കുറച്ചുകൂടെ പറയേണ്ടത്. ഞാൻ ആദ്യം സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാം, എന്നിട്ട് ആഗോള മർദ്ദ മേഖലയുടെ പേര് പറഞ്ഞിട്ട് പറയാം. സംഭവം എന്ന് പറഞ്ഞാല് നമ്മുടെ സമുദ്രജല പ്രവാഹം എന്ന് പറഞ്ഞാല് നമ്മുടെ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് എവിടെയായിരിക്കും? ഭൂമിയിൽ ഏറ്റവും കൂടുതൽ താപനില കൂടിയ പ്രദേശം ഏത് ഭാഗത്തായിരിക്കും? എവിടെയായിരിക്കും ഇവിടെ ചൂട് കൂടുതൽ? ഭൂമധ്യരേഖാ പ്രദേശത്താണ്. ഭൂമിയിൽ ഏറ്റവും ചൂട് കൂടുതൽ എവിടെ വെച്ചാൽ ഭൂമധ്യരേഖാ പ്രദേശത്ത്. ഓക്കെ, കറക്റ്റ് ആണ്, ഭൂമധ്യരേഖാ പ്രദേശത്ത്. അപ്പോൾ നമ്മുടെ എന്താണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറെ പഠിക്കാനുണ്ട്. യഥാർത്ഥത്തിൽ സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത് ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സിൽ എടുക്കുന്ന സമയത്ത് ഏകദേശം 2 മണിക്കൂർ 2.5 മണിക്കൂർ സുഖമായിട്ട് എടുക്കാനുള്ള ടോപ്പിക് ഉള്ള ഒരു വലിയ ഏരിയയാണ് സമുദ്രജല പ്രവാഹങ്ങൾ. അത് നിങ്ങൾക്കും അറിയാം, പെട്ടെന്ന് മനസ്സിലാകുന്നതോ പെട്ടെന്ന് തലയ്ക്കകത്ത് കയറുന്നതോ അല്ല സമുദ്രജല പ്രവാഹങ്ങൾ. പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യനും എല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് പറയുക. അപ്പൊ അതുകൊണ്ട് ഒരു കഥ പോലെ കേട്ടിരുന്നോ. അപ്പോൾ എന്താണ് സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് ചോദിച്ചാൽ, പ്രവാഹം എന്ന് പറഞ്ഞാൽ അറിയാം ഒഴുക്കാണ്. അതുകൊണ്ടൊരു വിശേഷണമുണ്ട്, സമുദ്രത്തിലെ നദികൾ എന്നറിയപ്പെടുന്നതാണ് സമുദ്രജല പ്രവാഹങ്ങൾ. അപ്പൊ എന്താണ് സമുദ്രജല പ്രവാഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമുദ്രത്തിലെ നദികൾ എന്നറിയപ്പെടുന്നതാണ് സമുദ്രജല പ്രവാഹങ്ങൾ. ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ താപനില സ്വാധീനിക്കുന്നുണ്ട്, ലവണത്വം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സാന്ദ്രത ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, മനസ്സിലാക്കി പഠിച്ചോ. നമ്മുടെ ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലാണ്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലാണ് എങ്കിൽ ഈ ഭൂമധ്യരേഖാ പ്രദേശത്ത് സ്വാഭാവികമായിട്ടും ബാഷ്പീകരണത്തിന്റെ തോത് കൂടുതലായിരിക്കും. ചൂടായിട്ട് അവിടുത്തെ നീരാവിയെല്ലാം ബാഷ്പീകരിച്ച് നേരെ മുകളിലോട്ട് പോകും. അതായത് ജലം നീരാവിയായിട്ട് ബാഷ്പീകരിച്ച് മുകളിലോട്ട് പോകും. അപ്പോൾ അവിടത്തെ ലവണത്വം, അതായത് ഉപ്പിന്റെ അളവ് കൂടുമോ കുറയുമോ ഒന്ന് കമന്റ് ചെയ്തോ. ഇവിടെ ചൂടാണ്, ചൂടായിട്ട് ബാഷ്പീകരിച്ച് മുകളിലോട്ട് പോകുന്നു. അപ്പോൾ ഈ ഭാഗത്ത് ഉപ്പിന്റെ അളവ് കൂടുമോ കുറയുമോ, അതായത് ലവണത്വം കൂടുമോ കുറയുമോ? എടേ എസ് അല്ലെങ്കിൽ കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു, ഏതെങ്കിലും ഒന്ന് കമന്റ് ചെയ്തോ. കൂടുന്നു കുറയുന്നു, കൂടുന്നു കുറയുന്നു. ലവണത്തിന്റെ അളവ് കൂടുന്നു. ഓക്കെ, കൂടുന്നു. ഓക്കെ, കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ലവണത്തിന്റെ അളവ് കൂടുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ ചെറിയ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ ഗ്ലാസ്സിൽ കുറച്ച് ഉപ്പുവെള്ളം എടുക്കുന്നു, ചൂടാക്കുന്നു, ചൂടാക്കിയിട്ട് ഏറ്റവും അവസാനം വറ്റി വരുന്തോറും ഉപ്പ് ലാസ്റ്റ് തരിയായിട്ട് ഉപ്പ് തരി കിട്ടുന്നു. അപ്പോ നമ്മൾ വറ്റിക്കും തോറും ഉപ്പ് അവിടെ തന്നെ കാണും, ജലം മാത്രം ബാഷ്പീകരിച്ച് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ ഭാഗത്ത് ചൂട് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സൈഡിലാണെങ്കിൽ ഈ ലവണത്വം എന്ത് ചെയ്യും? കൂടും. സമുദ്രജലത്തിന്റെ ലവണത്വം ബി സി ചോദിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ സഹസ്രാംശം എന്ന് പറയുന്ന ഒരു തോത് ഉപയോഗിച്ചിട്ടാണ് പറയുക. 35 സഹസ്രാംശം എന്ന് കാണാതെ പഠിച്ചു വെച്ചു. ഇതാണ് സംഭവം. ഇങ്ങനെയാണ് എഴുതുക. നമ്മൾ ശതമാനം എന്ന് എഴുതുന്നതിനേക്കാളും ഒരു 0 ഇവിടെ കൂടുതലായിരിക്കും. നമ്മൾ സാധാരണ ശതമാനം എഴുതുമ്പോൾ മുകളിൽ നിന്ന് താഴെ ഒന്ന് ഇത്രയല്ലേ ഇടാറുള്ളൂ. ഇവിടെയാണെങ്കിൽ ഒന്നുകൂടെ കൂടും. ഇത്രയേ ഉള്ളൂ സഹസ്രാംശം. അപ്പോ സമുദ്രജലത്തിന്റെ ലവണത്വം ചോദിച്ചു കഴിഞ്ഞാൽ 35 സഹസ്രാംശം. സമുദ്രജലത്തിന്റെ ലവണത്വം ചോദിച്ചു കഴിഞ്ഞാൽ 35 സഹസ്രാംശം. ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടേതായിട്ടുള്ള കടലിലെ ലവണത്തിന്റെ അളവ് അളക്കുന്നത് ഇങ്ങനെയാണ്. 1000 ഗ്രാം ജലം എടുക്കും. 1000 ഗ്രാം ജലം എടുത്തിട്ട് ഈ 1000 ഗ്രാം ജലത്തില് എത്ര ഗ്രാം ലവണം ഉണ്ടെന്ന് നോക്കും. അത് 35 ഗ്രാം ആണ് കടലിലുള്ളത്. 1000 ഗ്രാം ജലം എടുക്കും. 1000 ഗ്രാം ജലം എടുത്തതിന് ശേഷം അതിനകത്ത് എത്ര ഗ്രാം ലവണമാണ് ഉള്ളതെന്ന് നോക്കി കഴിഞ്ഞാൽ 35 ഗ്രാം ലവണം കാണും. അതിനാണ് നമ്മൾ 35 സഹസ്രാംശം എന്ന് പറയുന്നത്. ഇനി ഇത് ശതമാനത്തിൽ ചോദിച്ചാലോ, ശതമാനം എന്ന് പറയുമ്പോൾ 100ൽ എത്ര നില നോക്കുന്നത്. അപ്പൊ ഒരു 0 ഇവിടെ മാറ്റണം, ഒരു പോയിന്റ് ഇപ്പുറത്ത് മാറ്റി കൊടുക്കണം. അതായത് 3.5 ശതമാനമായിരിക്കും ഇത് ശതമാനത്തിലെ കണക്ക്. അത് റെയർ ആണ്, വല്ലാതെ ചോദിച്ചിട്ടില്ല. ശതമാനത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ 3.5 ശതമാനം. 3.5 ശതമാനം. ക്ലിയർ ആണല്ലോ.
അപ്പൊ നമുക്ക് രണ്ട് അളവുകളാണ് ആവശ്യമുള്ളത്. ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ഒറ്റ അളവേ ഉള്ളൂ. കൂടുതലായിട്ട് ചോദിക്കുന്ന അളവ് ഇതാണ്. സമുദ്രജലത്തിന്റെ ലവണത്വം എത്ര എന്ന് ചോദിച്ചാല് 35 സഹസ്രാംശം. 35 സഹസ്രാംശമാണ് സമുദ്രജലത്തിന്റെ ലവണത്വം. എന്നാൽ അത് ശതമാനത്തിൽ ചോദിച്ചാൽ 3.5%. എത്രയാണ്? 3.5%. അപ്പൊ ഈ ഭാഗത്താണെങ്കിൽ ചൂട് കൂടിയപ്പോഴത്തേക്കും ഇവിടുത്തെ ജലം എന്ത് ചെയ്തു? എല്ലാം വറ്റിപ്പോകുമ്പോ ഇവിടെ എന്ത് ചെയ്യും? ഉപ്പിന്റെ അളവ് കൂടും, ലവണത്വം കൂടും. അങ്ങനെയാണെങ്കിൽ ധ്രുവപ്രദേശങ്ങളിലാണെങ്കിൽ അവിടെ ലവണത്വം എന്ത് ചെയ്യും? കുറയ്ക്കും. കാരണം ധ്രുവപ്രദേശങ്ങളിലെ ഗ്ലേസിയർ ഉണ്ട്, ഹിമാനികളുണ്ട്. ഈ ഹിമാനികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ നിന്നെല്ലാം ഉരുകി പുതിയ ഫ്രഷ് വാട്ടർ വന്ന് ചേരുകയാണ് ചെയ്യുക. ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാനികളാണ്. ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹിമാനിയാണ്. നമുക്ക് തെറ്റിപ്പോകുന്ന ഒരു കാര്യമുണ്ട്. ഏറ്റവും ശുദ്ധമായ ജലം ചോദിച്ചാൽ ഏതായിരിക്കും? ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ ജലം. ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ ജലം ഏതാണ്? കമന്റ് ചെയ്തോളൂ. സ്കൂളിലെ പഠിക്കുന്ന സാധനം, സ്കൂളിലെ നമ്മൾ കേൾക്കുന്ന സംഭവമാണ് ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ ജലം. തെറ്റിയാലും കുഴപ്പമില്ല, കമന്റ് ചെയ്തോ. ഓക്കെ, മഴവെള്ളം. അത്രേ ഉള്ളൂ, മഴവെള്ളം. സ്കൂളിൽ പഠിക്കുമ്പോഴേ പറയും ഭൂമിയിലെ ഏറ്റവും ശുദ്ധമായ ജലമാണ് മഴവെള്ളം. മഴവെള്ളമാണ് ഏറ്റവും ശുദ്ധം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് മിക്ക കുട്ടികളും ചെയ്തൊരു സംഭവമുണ്ട്. ഏതെങ്കിലും പാത്രമൊക്കെ കൊണ്ടുവച്ചിട്ട് മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിന് ശേഖരിക്കും, മഴവെള്ളം പിടിച്ചിട്ട് കുടിച്ചു നോക്കും. ഇനി കൈകൊണ്ട് നമ്മൾ ഇങ്ങനെ കുടിച്ചു നോക്കും. അതുകൊണ്ട് മഴവെള്ളം കുടിക്കാത്ത ആരും കാണില്ല. ഒന്നുമില്ലെങ്കിൽ നമ്മൾ മഴ നനയുമ്പോഴത്തേക്കും ഇങ്ങനെ മുഖത്തൂടെ ഇങ്ങനെ വരുമ്പോഴെങ്കിലും ഇങ്ങനെയെങ്കിലും കുടിക്കില്ലേ? എല്ലാവരും മഴവെള്ളം കുടിച്ചിട്ടുണ്ട്. അപ്പൊ ടീച്ചർ പ്രത്യേകിച്ച് ഒരു കാര്യം പറയും, ഒരിടവും തട്ടാതെ വരുന്ന വെള്ളം വേണം എടുക്കാൻ എന്ന് പറയും, ഇല്ലേ? എന്തുകൊണ്ട്? ഇല്ലെങ്കിൽ മഴ ടെറസിന്റെ മുകളിൽ നിന്ന് വെളിയിലോട്ട് ഒരു കുഴൽ വെച്ചിട്ടുണ്ടായിരിക്കും. ഈ ടെറസിന്റെ മുകളിൽ നിന്ന് വെളിയിലോട്ട് വെച്ചിരിക്കുന്ന കുഴലിന്റെ താഴെ ഒരു രണ്ടാവും ബക്കറ്റ് ഒക്കെ പിടിച്ചു വെച്ചിട്ട് നിങ്ങൾ വെള്ളം കുടിച്ചു കളയും. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം പറയും, ഒരിടവും തട്ടാതെ വരുന്ന വെള്ളം വേണം എടുക്കാൻ എന്ന് പറയും. അതായത് ഒരിടവും തങ്ങി നിൽക്കാതെ ഡയറക്റ്റ് വരുന്ന മഴവെള്ളം എടുക്കാൻ പറയും. അത് നമ്മൾ ശേഖരിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഏറ്റവും ശുദ്ധമായ ജലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും മഴവെള്ളം. പക്ഷെ തെറ്റരുത്, PSC ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്, ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ് അത് ഹിമാനിയാണ്. വെള്ളം ശുദ്ധമാണ്, ഓക്കെ. പക്ഷേ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? ഹിമാനി. അപ്പൊ ഈ ഹിമാനിയിൽ നിന്നുമുള്ള ശുദ്ധജലമാണ് നമ്മുടെ ഈ ഉപ്പ് വെള്ളവുമായിട്ട് കലരുന്നത്. അപ്പൊ ഉപ്പ് വെള്ളവുമായിട്ട് ഈ ശുദ്ധജലം കലരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവിടെയാണെങ്കിൽ ലവണത്വം കുറയും. കുറച്ച് ഫ്രഷ് വാട്ടറും കുറച്ച് സാലിനിറ്റി വാട്ടറും ലവണജലവും രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും ലവണത്വം എന്ത് ചെയ്യും? കുറയും. അപ്പൊ അതുകൊണ്ട് ധ്രുവപ്രദേശങ്ങളിൽ ലവണത്വം എന്ത് ചെയ്യും? കുറയും. അപ്പോ ഇവിടെ ചൂട് കൂടിയതായിട്ട് എല്ലാം ബാഷ്പീകരിച്ച് മുകളിലോട്ട് പോയി, അതുകൊണ്ട് ലവണത്വം കൂടി. ഇവിടെയാണെങ്കിൽ ധ്രുവപ്രദേശങ്ങളിൽ നിന്നുള്ള ഹിമാനി ഉരുകി വന്നിട്ടുള്ള ഫ്രഷ് വാട്ടർ വന്ന് ചേർന്നുകൊണ്ട് ലവണത്വം എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഇവിടെ സാന്ദ്രതയിൽ വ്യത്യാസം ഉണ്ടാകും. ഈ സാന്ദ്രതയിൽ വ്യത്യാസം വന്നാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാൻ തുടങ്ങും. നമ്മുടെ സാധാരണയായിട്ട് നമ്മുടെ ഫ്രഷ് വാട്ടറും കുറച്ച് ഉപ്പ് വെള്ളവും കൂടെ ആയിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം, അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്യാതെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളിക്കുന്നത് കാണാം. നമ്മൾ പാചകം ചെയ്യാനായിട്ടൊക്കെ സാധാരണയായിട്ട് ഈ ഉപ്പുവെള്ളം, നമ്മുടെ കിച്ചണിലെ അടുക്കളയിലൊക്കെ ആണെങ്കിൽ ഉപ്പുവെള്ളം എടുത്ത് മറ്റേ ഏതെങ്കിലും ഒഴിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ ഈ രസത്തിന്റെ മുകളിലൊക്കെ ആണെങ്കിൽ ചെറിയൊരു ഇത് പൊങ്ങി കിടക്കൂലെ, എണ്ണയുടെ ഒക്കെ ഒരു ഇതുപോലെ. അതേപോലെ നമ്മുടെ ഈ ശുദ്ധമായ ജലത്തില് ഈ ഉപ്പുവെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കൂടെ ചെറിയ ഒരു ഒഴുക്ക് പോലൊരു സംഭവം അതിനകത്ത് ഫീൽ ചെയ്യും. അതേ സംഭവം തന്നെയാണ് നമ്മുടെ കടലിലും സംഭവിക്കുന്നത്. അപ്പോൾ നടുക്കാണെങ്കിൽ ലവണത്വം കൂടുതലായിരിക്കും, ഈ രണ്ട് ഭാഗത്തും ലവണത്വം കുറവായിരിക്കും. അപ്പോൾ ഈ ജലം അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ സഞ്ചരിക്കുന്നത് ഒരു കാരണം, വേറെയും കാരണങ്ങളുണ്ട്. അങ്ങനെ സഞ്ചരിക്കുന്നത് ഒരു കാരണം. അപ്പോ താപനില സ്വാധീനിച്ചു, ലവണത്വം സ്വാധീനിച്ചു, അതുപോലെ തന്നെ അതിൻ്റെതായിട്ടുള്ള സാന്ദ്രതയും സ്വാധീനിച്ചു. 3 ഘടകങ്ങൾ ഇങ്ങനെയാണ് സ്വാധീനിക്കുന്നത്. അപ്പൊ താപനില, ലവണത്വം, സാന്ദ്രത. ഈ 3 കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിനെ സ്വാധീനിച്ചതെന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇനി അടുത്ത കൊറിയോലിസ് പ്രഭാവം സ്വാധീനിക്കുന്നുണ്ട്, കാറ്റുകൾ സ്വാധീനിക്കുന്നുണ്ട്. ഇനി പല ഘടകങ്ങളുണ്ട്. തൽക്കാലം നമുക്ക് ഈ 3 നല്ല രീതിയിൽ ഓർമ്മിച്ചോ. ഈ 3 ഏറ്റവും പ്രധാനം. ഇനി ഇത് എങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രവഹിച്ചിട്ട് ഓരോ പേര് കിട്ടുന്നത് നോക്കാം. ഏറ്റവും നടുക്കൂടെ ഇങ്ങനെ കുറെ സമുദ്രജല പ്രവാഹങ്ങൾ പോയിക്കൊണ്ടിരിക്കും. ഇതിനെല്ലാത്തിനും നമ്മൾ ഉഷ്ണജല പ്രവാഹം എന്നാണ് പറയുക. കാരണം ഭൂമധ്യരേഖ ചൂടായതുകൊണ്ട് തന്നെ ഭൂമധ്യരേഖയിലൂടെ ഒഴുകുന്ന ഇതിനെ മധ്യരേഖ ഉഷ്ണജല പ്രവാഹം എന്ന് പറയും. ഏതാണ്? മധ്യരേഖ ഉഷ്ണജല പ്രവാഹം. ഭൂമധ്യരേഖയിൽ ചൂടാണ്, ഈ ഭാഗത്തോട് ഒഴുകുന്നതിനെ മധ്യരേഖ ഉഷ്ണജല പ്രവാഹം എന്ന് പറയും. തൊട്ട് മുകളിലൂടെ പോകുന്ന എല്ലാത്തിനെയും ഉത്തര മധ്യരേഖ ഉഷ്ണജല പ്രവാഹം എന്ന് പറയും.
അതായത് മധ്യരേഖയുടെ തൊട്ട് മുകളിലൂടെ ആയതുകൊണ്ട് ഉത്തര മധ്യരേഖ ഉഷ്ണജല പ്രവാഹം എന്ന് പറയും. തൊട്ട് താഴെ കൂടെ പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ദക്ഷിണ മധ്യരേഖ ഉഷ്ണജല പ്രവാഹം. ഏതാണ്? ദക്ഷിണ മധ്യരേഖ ഉഷ്ണജല പ്രവാഹം എന്ന് പറയും. ഇതാണ് ദക്ഷിണ മധ്യരേഖ ഉഷ്ണജല പ്രവാഹം എന്ന് പറയും. അപ്പൊ ഒന്നുകൂടെ, ഭൂമധ്യരേഖയിലൂടെ പോകുന്നത് മധ്യരേഖ ഉഷ്ണജല പ്രവാഹം, തൊട്ട് മുകളിലൂടെ ഉത്തര മധ്യരേഖ ഉഷ്ണജല പ്രവാഹം, താഴെയുടെയാണെങ്കിലോ ദക്ഷിണ മധ്യരേഖ ഉഷ്ണജല പ്രവാഹം. ഇത് പോകുന്ന വഴിക്കാണെങ്കിൽ ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി സ്പ്ലിറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഉഷ്ണജല പ്രവാഹം ഈ വൻകര ഭാഗത്ത് തട്ടുന്നു. ഈ വൻകര ഭാഗത്ത് തട്ടിയിട്ട് മുന്നിലോട്ട് പോകാൻ പറ്റാതെ വരുമ്പോൾ ഇത് ഇങ്ങനെ മുകളിലോട്ട് ചലിക്കാൻ തുടങ്ങും. ഈ മുകളിലോട്ട് ചലിച്ചിട്ട് ഇത് ധ്രുവ പ്രദേശത്തിലോട്ട് പോകും. അപ്പോൾ ഈ പോയതാണ് ഉഷ്ണജല പ്രവാഹം. ഇനി ധ്രുവപ്രദേശത്തുനിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഏത്? ശീതജല പ്രവാഹം. അപ്പോ മധ്യരേഖയിൽ നിന്നും ധ്രുവപ്രദേശങ്ങളോട് പോകുന്നതിനെ വിളിക്കുന്ന പേര് ഉഷ്ണജല പ്രവാഹം. ധ്രുവങ്ങളിൽ നിന്നും ഭൂമധ്യരേഖയിലോട്ട് വരുന്നതിനെ വിളിക്കുന്ന പേര് ശീതജല പ്രവാഹം. എന്താണ് എന്താണ് ഉഷ്ണജല പ്രവാഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമധ്യരേഖ പ്രദേശത്ത് നിന്നും നേരെ ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുന്നതെല്ലാം ഉഷ്ണജല പ്രവാഹം. നേരെ തിരിച്ച് ധ്രുവപ്രദേശങ്ങളിൽ നിന്നും ഭൂമധ്യരേഖ പ്രദേശത്ത് വരുന്നതെല്ലാം ശീതജലം. കാരണം നടുക്ക് ചൂട് കൂടുതലാണ്. ചൂട് കൂടുതലുള്ള ഭാഗത്തു നിന്ന് പോകുന്നതുകൊണ്ട് ഉഷ്ണജലം. ധ്രുവപ്രദേശങ്ങളാണ്, അതുകൊണ്ട് തണുപ്പാണ്. അവിടെ നിന്ന് വരുന്നതെല്ലാം, ധ്രുവപ്രദേശങ്ങളിൽ വരുന്നതെല്ലാം ശീതജലം. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തതായിട്ട് ഈ ഉഷ്ണജല പ്രവാഹങ്ങളുടെ ശീതജല പ്രവാഹങ്ങളുടെ ലിസ്റ്റാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇത്രയും ഓക്കെ ആണല്ലോ? ഇനി ഇതിന്റെ ഒരു ഡെഫിനേഷൻ കൂടെ ഞാൻ പറയാം. ഒരു ഡെഫിനേഷൻ കൂടെ ഞാൻ പറയാൻ പറ്റുകയാണ്. ഞാൻ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഭൂമധ്യരേഖ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലോട്ട് പോകുന്ന ഉഷ്ണജലമൊന്നും ധ്രുവങ്ങളിൽ നിന്നും ഭൂമധ്യരേഖയിലോട്ട് വരുന്നത് ശീതജലവും. പക്ഷെ ഇതിന്റെ യഥാർത്ഥ ഡെഫിനേഷൻ അല്ല. യഥാർത്ഥ ഡെഫിനേഷൻ ഇങ്ങനെയാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അല്പം മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ നിന്നോ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലോ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിലേക്കോ എത്തുന്നതിനെ വിളിക്കുന്ന പേര് ഉഷ്ണജല പ്രവാഹങ്ങൾ. നമ്മൾ ആഗോള മർദ്ദ മേഖലയിൽ ഉള്ള സംഭവമാണിത്. ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഇത് മനസ്സിലാകും എന്നുള്ളവർ ഇങ്ങനെ പഠിക്കുക, മനസ്സിലാകില്ല എന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. ഭൂമധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങളിലോട്ട് ഉഷ്ണജലം, ധ്രുവങ്ങളിൽ നിന്ന് താഴോട്ടുള്ളത്, അല്ലെങ്കിൽ ഭൂമധ്യരേഖയിലോട്ട് വരുന്നത് ശീതജലം, അങ്ങനെ പഠിച്ചു വെച്ചാലും മതി. ഇനി മനസ്സിലാകുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പഠിച്ചോളൂ. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ നിന്നോ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിലോ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലോ എത്തിച്ചേരുന്നതിന് വിളിക്കുന്ന പേര് ഉഷ്ണജലം. നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ കിട്ടും. കാരണം മധ്യരേഖ ന്യൂനമർദ്ദം ഭൂമധ്യരേഖയാണെന്ന് കിട്ടി. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, അവിടെ ഉഷ്ണം എന്നൊരു വാക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് മധ്യരേഖയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ പോകുന്നതെല്ലാം ഉഷ്ണജല പ്രവാഹം. ഇനി അടുത്ത വാക്ക് ശ്രദ്ധിക്കുക. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയെന്നോ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല. അപ്പൊ അവിടെ ധ്രുവീയം എന്നൊരു വാക്കുണ്ട്. അപ്പൊ അത് വെച്ചെടുത്താൽ മതി, കൂടുതൽ കാണാതെ പഠിക്കുന്നില്ല. ധ്രുവം ഒന്നേ ധ്രുവീയ ഉച്ചമർദ്ദ മേഖല അല്ലെങ്കിൽ ഉപധ്രുവീയം. ധ്രുവം എന്ന വാക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാണ് വരുന്നതെങ്കിൽ അത് കോൾഡ് കറണ്ട് ആണ്, അല്ലെങ്കിൽ അതാണെങ്കിൽ ശീതജല പ്രവാഹമാണ്. ഇനി മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ നിന്നോ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നോ, ഒന്നേ മധ്യരേഖ എന്ന വാക്കാണ്, അല്ലെങ്കിൽ ഉഷ്ണം എങ്കിൽ അത് ഉഷ്ണജല പ്രവാഹമാണ്. ഇത്രയും സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഡെഫിനേഷൻ ഒന്നുകൂടെ പറയാം. മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ നിന്നോ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നോ സഞ്ചരിച്ചിട്ട് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിലോ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിലോ എത്തുന്നതെല്ലാം ഉഷ്ണജല പ്രവാഹം. ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നോ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിൽ നിന്നോ സഞ്ചരിച്ചിട്ട് മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിലോ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലോ എത്തുന്നതെല്ലാം ശീതജല പ്രവാഹം. ഇതാണ് യഥാർത്ഥ ഡെഫിനിഷൻ. അപ്പൊ ഇത് ചിലപ്പോ പ്രസ്താവനയായിട്ട് അത് ചോദിക്കാം. ഒരു 4 പ്രസ്താവന എന്നിട്ട് ഇത് തെറ്റേത് ശരിയെന്ന് നിങ്ങൾക്ക് ചോദിക്കാം. മനസ്സിലാക്കി പഠിച്ചാൽ മതി. ചൂടുള്ള ഭാഗത്ത് നിന്ന് തണുപ്പുള്ളടുത്ത് പോകുന്നതെല്ലാം ഉഷ്ണജലം, തണുപ്പുള്ള ശീതജലം, തണുപ്പുള്ള ധ്രുവപ്രദേശങ്ങളിൽ ഭൂമധ്യരേഖ പ്രദേശത്ത് വരുന്നതെല്ലാം ശീതജലം. ഇത്രയേ ഉള്ളൂ. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും ഈ സ്പീഡ് ഇത് ഓക്കെ ആണല്ലോ? കുറച്ചുകൂടെ സ്പീഡ് കൂട്ടണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പറഞ്ഞോളൂ. ഇനി ലാസ്റ്റ് ഇതിന്റെ പേരുകളോടെ പഠിക്കാൻ പോകുന്നു. എന്നിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞു നിർത്തും. ഇത്ര ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഓക്കെ. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് പസഫിക്കിലുള്ള ഉഷ്ണജല പ്രവാഹമാണ് പറയാൻ പോകുന്നത്. പസഫിക്കിലുള്ള ഉഷ്ണജല പ്രവാഹം കൂടെ പഠിച്ചു എന്നുള്ളത്. ഇത് എങ്ങനെയാണ് എക്സാമിന് ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച്
പ്രവാഹങ്ങളുടെ ഓപ്ഷൻ തരും. എന്നിട്ട് പറയും ഇതില് പസഫിക്കിലുള്ള ഏത്, അറ്റ്ലാന്റിക്കിലുള്ള ഏത്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏത് ചോദിക്കും. ഈ മൂന്നെണ്ണമാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത്. അത് പസഫിക്കിലേത്, നമ്മുടെ അന്റാർട്ടിക്കിലേത്, സോറി അന്റാർട്ടിക്കിലല്ല, അറ്റ്ലാന്റിക്കിലേത്, ഇന്ത്യൻ മഹാസമുദ്രത്തിലേതെന്ന് ചോദിക്കാം. അല്ല എങ്കിൽ ചോദിക്കും താഴെ തന്നിരിക്കുന്നവയിൽ ഉഷ്ണജല പ്രവാഹം ഏത്, അല്ലെങ്കിൽ ഉഷ്ണജല പ്രവാഹം അല്ലാത്തത് ഏതെന്നൊക്കെ ചോദിക്കും. അപ്പൊ തരംതിരിക്കാൻ ചോദിക്കും. ഉഷ്ണജല പ്രവാഹം ഏത്, ശീതജല പ്രവാഹം ഏതെന്ന് ചോദിക്കാം. ഇല്ല എങ്കിൽ പസഫിക്കിലുള്ള ഏത്, അറ്റ്ലാന്റിക് ഏത്, ഇന്ത്യൻ മഹാസമുദ്രം ഏതെന്ന് ചോദിക്കാം. ഇനി ഇതൊന്നും അല്ല ചോദിക്കുന്നത് എങ്കിൽ ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. അത് ലാസ്റ്റ് പറയാം. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കി ഇപ്പൊ തന്നെ കൂടെ പഠിച്ചോന്നോ. അല്പം ബുദ്ധിമുട്ടാണ്. സാധാരണ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് എടുക്കുമ്പോഴും പലർക്കും അത് കിട്ടാൻ പാടാണ്. പലർക്കും അത് അത്യാവശ്യം കൂടെ അപ്പോഴും പഠിച്ചു പോയാൽ പോയി തന്നെയാണ്. 2 തവണ ബോർഡിൽ എഴുതിയിട്ടെന്ന് പറഞ്ഞ് മനസ്സിലാകുന്ന സംഭവമൊന്നുമല്ല. അതുകൊണ്ട് കൂടെ പഠിച്ചോ. പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹങ്ങളുടെ പേരാണ് കുറേഷ്യോ, അലാസ്ക. പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ് ഏതൊക്കെ? കുറേഷ്യോ, അലാസ്ക. പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ് ഏതൊക്കെ? കുറേഷ്യോ. ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കേ. ലാസ്റ്റ് ഞാനാണെങ്കിൽ ഈ പേര് ഞാൻ പറയും, നിങ്ങൾ സമുദ്രം ഏതാണെന്ന് പറഞ്ഞാലും മതി. അതുകൊണ്ട് നിങ്ങൾ ഈ പേരുകൾ കേൾക്കുമ്പോഴെങ്കിലും സമുദ്രം ഓർമ്മ വരണം. അത് ഉഷ്ണജലമാണോ ശീതജലമാണോ എന്നും കൂടെ നിങ്ങൾ പറയേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിച്ചിരുന്നു. പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ് ഏതൊക്കെ? കുറേഷ്യോ, അലാസ്ക. പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ് ഏതൊക്കെ? കുറേഷ്യോ, അലാസ്ക. പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം ഏതൊക്കെ? കുറേഷ്യോ, അലാസ്ക. കുറേഷ്യോ, അലാസ്ക. കുറേഷ്യോ, അലാസ്ക. ഏതൊക്കെയായിരുന്നു? കുറേഷ്യോ, അലാസ്ക. കൂടെ പറഞ്ഞോളാം. കുറേഷ്യോ, അലാസ്ക. മനസ്സിലെങ്കിലും പറഞ്ഞോളൂ. കുറേഷ്യോ, അലാസ്ക. കുറേഷ്യോ, അലാസ്ക. അടുത്ത ശീതജല പ്രവാഹമാണ് ചോദിക്കുന്നെങ്കിൽ ഒയാഷിയോ, കാലിഫോർണിയ, ഹംബോൾട്ട്. അതിന്റെ മറ്റൊരു പേരാണ് പെറു പ്രവാഹം. പെറു, ഹംബോൾട്ട് അല്ലെങ്കിൽ പെറു ആണ്. പിന്നെ അതിന്റെ ലാസ്റ്റത്ത് ഒഖാസ്ക്. ഒഖാസ്ക്. ഒന്നുകൂടെ ഒയാഷിയോ, കൂടെ പറയണേ, മനസ്സിൽ കൂടെ പറയണം. ഒയാഷിയോ, കാലിഫോർണിയ, ഹംബോൾട്ട് അല്ലെങ്കിൽ പെറു, പിന്നെ ഒഖാസ്ക്. ഒന്നുകൂടെ ഒയാഷിയോ, കാലിഫോർണിയ, ഹംബോൾട്ട് അല്ലെങ്കിൽ പെറു, ഒഖാസ്ക്. ഒന്നുകൂടെ ഒയാഷിയോ, കാലിഫോർണിയ, ഹംബോൾട്ട്, പെറു, ഒഖാസ്ക്. ഈ പെറു എന്ന് പറഞ്ഞാലും ഹംബോൾട്ട് എന്ന് പറഞ്ഞാലും ഒന്നാണ്. അത് മനസ്സിലാക്കി പഠിച്ചോളൂ. പെറു എന്ന് പറഞ്ഞാലും ഹംബോൾട്ട് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഒന്നുകൂടെ ഒയാഷിയോ, കാലിഫോർണിയ, ഹംബോൾട്ട്, പെറു, ഒഖാസ്ക്. ഏതൊക്കെയായിരുന്നു? ഒയാഷിയോ, കാലിഫോർണിയ, ഹംബോൾട്ട്, പെറു, ഒഖാസ്ക്. ഒന്നുകൂടെ ഒയാഷിയോ, കാലിഫോർണിയ, ഹംബോൾട്ട്, പെറു, ഒഖാസ്ക്. ഓക്കെ ആണല്ലോ. ഉഷ്ണജല പ്രവാഹം ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? ഉഷ്ണജല പ്രവാഹം കുറേഷ്യോ, അലാസ്ക. കുറേഷ്യോ, അലാസ്ക. കുറേഷ്യോ, അലാസ്ക. ശീതജലം ഏതായിരുന്നു? ഞാൻ ലാസ്റ്റ് പേര് പറയുമ്പോൾ നിങ്ങൾ ഓപ്ഷൻ കാണുമ്പോഴേ ഓപ്ഷൻ തരില്ല. ഞാൻ ഓപ്ഷൻ ഇല്ലാതെ തന്നെ നിങ്ങൾ ഏത് സമുദ്രം അല്ലെങ്കിൽ ഏത് ഉഷ്ണമാണോ ശീതമാണോ എന്നെങ്കിലും പറയണം. ആ രീതിയിലെങ്കിലും പഠിച്ചു. ഒയാഷിയോ, കാലിഫോർണിയ, ഹംബോൾട്ട്, പെറു, ഒഖാസ്ക്. ഇത്രയും ക്ലിയർ ആണല്ലോ. പസഫിക്കിലുള്ളത് കഴിഞ്ഞു. ഇനി അടുത്ത് അറ്റ്ലാന്റിക്. നമുക്ക് ഇന്ത്യയും കൂടെ പഠിച്ചാൽ മതി. അയ്യോ, അടുത്ത് അറ്റ്ലാന്റിക്കില്. അറ്റ്ലാന്റിക്കിലുള്ള ഉഷ്ണജല പ്രവാഹമാണ് പറയാൻ പോകുന്നത്. അറ്റ്ലാന്റിക്കിലുള്ള ഉഷ്ണജല പ്രവാഹം പഠിക്കാൻ എളുപ്പമുണ്ട്. കാരണം ഇതെല്ലാം രാജ്യങ്ങളുടെ പേരുമായിട്ട് സാമ്യമുള്ളതാണ്. ഒന്ന് ബ്രസീൽ. ബ്രസീൽ പ്രവാഹം. ഫ്ലോറിഡ പ്രവാഹം. അത് കഴിഞ്ഞിട്ട് ഗൾഫ് സ്ട്രീം. ഗൾഫ് സ്ട്രീം. പിന്നെ അടുത്തത് ലാസ്റ്റ് ആയിട്ടുള്ളത് നോർവീജിയൻ. ഒന്നുകൂടെ ഏതൊക്കെയാണ്? ബ്രസീൽ പ്രവാഹം, ഫ്ലോറിഡ പ്രവാഹം, ഗൾഫ് സ്ട്രീം, നോർവീജിയൻ. ഏതൊക്കെയായിരുന്നു? ബ്രസീല്, ഫ്ലോറിഡ, ഗൾഫ്, നോർവീജിയൻ. ഓക്കെ. ഏതൊക്കെയായിരുന്നു?
ബ്രസീല്, ഫ്ലോറിഡ, ഗൾഫ്, നോർവീജിയൻ. പഠിക്കാൻ എളുപ്പമുണ്ട്. ബ്രസീല്, ഫ്ലോറിഡ, ഗൾഫ്, നോർവീജിയൻ. ഏതൊക്കെയാണോ? ബ്രസീല്, ഫ്ലോറിഡ, ഗൾഫ്, നോർവീജിയൻ. ഗൾഫ് സ്ട്രീം ആണ്. ഓക്കെ, ഒന്നുകൂടെ. ബ്രസീൽ, ഫ്ലോറിഡ, ഗൾഫ് സ്ട്രീം, ഫ്ലോറിഡ പ്രവാഹം, സോറി, നോർവീജിയൻ പ്രവാഹം. ഇതെല്ലാം എവിടെയാണുള്ളത്? അറ്റ്ലാന്റിക്കിൽ കാണപ്പെടുന്ന ഉഷ്ണജല പ്രവാഹം. അറ്റ്ലാന്റിക്കിൽ കാണപ്പെടുന്ന ഉഷ്ണജല പ്രവാഹം. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചത് പസഫിക്കിലെ ഉഷ്ണജല പ്രവാഹം കുറേഷ്യോ, അലാസ്ക. കുറേഷ്യോ, അലാസ്ക. ശീതജലം ചോദിച്ചു കഴിഞ്ഞാലോ? ഒയാഷിയോ, കാലിഫോർണിയ, ഹംബോൾട്ട്, പെറു. ലാസ്റ്റത്തത് ഏതായിരുന്നു? ഒഖാസ്ക. അടുത്ത നമ്മുടെ അറ്റ്ലാന്റിക്കിലുള്ള ഉഷ്ണജലം ഏതാക്കിയായിരുന്നു? ബ്രസീല്, ഫ്ലോറിഡ, നോർവീജിയൻ, പിന്നെ ഒന്നുകൂടെ ഉണ്ടായിരുന്നല്ലോ ഗൾഫ് സ്ട്രീം. ഇനിയാണ് ശീതജലം. ഒരു 3 ശീതജലം. ഓക്കെ, ശീതജലം എന്ന് പറഞ്ഞാൽ കാനറീസ്, ബംഗോല, ലാബ്രഡോർ. ലാബ്രഡോർ. ഒന്നുകൂടെ ഏതൊക്കെയായിരുന്നു? കാനറീസ്, ബംഗോല, ലാബ്രഡോർ. ഏതൊക്കെയാണ്? കാനറീസ്, ലാബ്രഡോർ, ബംഗോല. ഏതൊക്കെയാണ്? കാനറീസ്, ലാബ്രഡോർ, ബംഗോല. ഒന്നുകൂടെ. കാനറീസ്, ലാബ്രഡോർ, ബംഗോല. ഒന്നുകൂടെ. കാനറീസ്, ലാബ്രഡോർ, ബംഗോല. അപ്പോ ഉഷ്ണജല പ്രവാഹം ഏതൊക്കെയായിരുന്നു അറ്റ്ലാന്റിക്കിൽ ഉണ്ടായിരുന്നത്? ബ്രസീല്, ഗൾഫ്, ഫ്ലോറിഡ, നോർവീജിയൻ. ശീതജലം ചോദിച്ചു കഴിഞ്ഞാലോ? കാനറീസ്, ബംഗോല, ലാബ്രഡോർ. ഇനി ഏറ്റവും ലാസ്റ്റ് ഇന്ത്യൻ മഹാസമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം എളുപ്പമുണ്ട്. അഗുൽഹാസ്, മൊസാംബിക്ക്. ശീതജല പ്രവാഹം കൂടെ എന്ന് പറയാം. ശീതജലമുണ്ട് പശ്ചിമ ഓസ്ട്രേലിയ. പശ്ചിമ ഓസ്ട്രേലിയ. അപ്പോ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ് ഇതൊക്കെ. അഗുൽഹാസ്, മൊസാംബിക്ക്. അഗുൽഹാസ്, മൊസാംബിക്ക്. അഗുൽഹാസ്, മൊസാംബിക്ക്. പശ്ചിമ ഓസ്ട്രേലിയ ആണെങ്കിൽ ശീതജലം. പശ്ചിമ ഓസ്ട്രേലിയ ശീതജലം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ് ഇതൊക്കെ. അഗുൽഹാസ്, മൊസാംബിക്ക്. ശീതജലം ചോദിച്ചു കഴിഞ്ഞാല് പശ്ചിമ ഓസ്ട്രേലിയ. ഇനി ആദ്യം മുതൽ പറയാം. ആദ്യം മുതൽ കൂടെ പറഞ്ഞു ഇപ്പൊ തന്നെ പഠിച്ചോളെ. എനിക്കറിയാം ഇതിങ്ങനെയൊക്കെ എഴുതിയിട്ടപ്പോഴത്തേക്ക് എനിക്ക് ഒരു ബുദ്ധിമുട്ട് വരും. നമ്മൾ സാർ ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കും കിട്ടുന്ന ആ ഒരു എഫക്ട് ചിലപ്പോൾ ഇങ്ങനെ ഞാൻ കുറേശ്ശെ എഴുതുമ്പോൾ കിട്ടണമെന്നില്ല. എന്നാലും നിങ്ങൾ കൂടെ പറഞ്ഞു പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാളും സൂപ്പറായിട്ട് പഠിക്കാം. അപ്പൊ അതുകൊണ്ട് കൂടെ പറഞ്ഞു പഠിച്ചോ. പസഫിക്കിലുള്ള ഇപ്പൊ തന്നെ കൂടെ പഠിച്ചു വെക്കണേ. പസഫിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം കുറേഷ്യോ, അലാസ്ക. കുറേഷ്യോ, അലാസ്ക. ശീതജലം ഒയാഷിയോ, ഹംബോൾട്ട് അല്ലെങ്കിൽ പെറു, കാലിഫോർണിയ, ഒഖാസ്ക. ഏതൊക്കെയായിരുന്നു? ഒയാഷിയോ, കാലിഫോർണിയ, ഹംബോൾട്ട്, പെറു, ഒഖാസ്ക. ക്ലിയർ ആണല്ലോ? മാറ്റി വെച്ചേക്കും. ഇനി അടുത്ത് ഇന്ത്യൻ പഠിക്കാം. ഇന്ത്യ എളുപ്പമുള്ള ഇന്ത്യൻ കൂടെ പറയാം. ഉഷ്ണജലം ഏതാണ്? മൊസാംബിക്ക്, അഗുൽഹാസ്. ഏതൊക്കെയാണ്? അഗുൽഹാസും മൊസാംബിക്കും. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹമാണ് ഏതൊക്കെ? അഗുൽഹാസ്, മൊസാംബിക്ക്. ശീതജലമോ? പശ്ചിമ ഓസ്ട്രേലിയൻ. ഏതാണ്? പശ്ചിമ ഓസ്ട്രേലിയൻ. ഓക്കെ ആണല്ലോ? ഇനി അത് കഴിഞ്ഞിട്ട് അറ്റ്ലാന്റിക്കിലോട്ട് പോവാം. അറ്റ്ലാന്റിക്കിലെ ഉഷ്ണജല പ്രവാഹം രാജ്യങ്ങളുടെ പേരുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ബ്രസീല്, ഫ്ലോറിഡ, ഗൾഫ് സ്ട്രീം, നോർവീജിയൻ പ്രവാഹം. ഒന്നുകൂടെ. ബ്രസീൽ പ്രവാഹം, ഗൾഫ് സ്ട്രീം, അതുണ്ട് നോർവീജിയൻ, ഫ്ലോറിഡ. ഇനി ശീതജല പ്രവാഹം ചോദിച്ചു കഴിഞ്ഞാലോ? കാനറീസ്, ലാബ്രഡോർ, ബംഗോല. കാനറീസ്, ലാബ്രഡോർ, ബംഗോല. അപ്പോ നിങ്ങൾക്ക് ഇത് ഓർമ്മയിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്നൊന്ന് കണക്കിൽ പറയാം. പസഫിക്കിലുള്ളത് ചോദിച്ചു കഴിഞ്ഞാല് ഉഷ്ണജലമാണെങ്കിൽ ഒന്ന് ഏതായിരുന്നു? കുറേഷ്യോ. അടുത്ത ഏതായിരുന്നു? അലാസ്ക. കുറേഷ്യോ, അലാസ്ക. അത് കഴിഞ്ഞിട്ട് ശീതജലത്തിലുണ്ടായിരുന്നെങ്കിൽ ഏതൊക്കെയായിരുന്നു? ഒയാഷിയോ, കാലിഫോർണിയ, ഹംബോൾട്ട് അല്ലെങ്കിൽ പെറു. ഏറ്റവും ലാസ്റ്റത്തെ ഏതായിരുന്നു? ഒഖാസ്ക്. ഏതാണ്? ഒഖാസ്ക്. ഏതൊക്കെയായിരുന്നു? കുറേഷ്യോ, അലാസ്ക. കുറേഷ്യോ, അലാസ്ക. അടുത്ത ഒയാഷിയോ, കാലിഫോർണിയ, ഹംബോൾട്ട്, ഒഖാസ്ക്. ഒയാഷിയോ, കാലിഫോർണിയ, ഹംബോൾട്ട്, ഒഖാസ്ക്. അടുത്ത
അറ്റ്ലാന്റിക്കിൽ ഏതൊക്കെയാണ് പഠിച്ചത്? അറ്റ്ലാന്റിക്കിലാണെങ്കിൽ ബ്രസീൽ പ്രവാഹം, അടുത്ത ഫ്ലോറിഡ, ഗൾഫ് സ്ട്രീം, ലാസ്റ്റ് നോർവീജിയൻ. അപ്പോ ഏതൊക്കെയായിരുന്നു? ബ്രസീൽ പ്രവാഹം, ഫ്ലോറിഡ പ്രവാഹം, ഗൾഫ് സ്ട്രീം, നോർവീജിയൻ. ഏതൊക്കെയായിരുന്നു? ബ്രസീൽ പ്രവാഹം, ഫ്ലോറിഡ, ഗൾഫ് സ്ട്രീം, നോർവീജിയൻ പ്രവാഹം. ശീതജലത്തിലാണെങ്കിലോ കാനറീസ്, ലാബ്രഡോർ, ബെൻഗോല അല്ലെങ്കിൽ ബെൻഗോല എന്നൊക്കെ എഴുതുന്ന സംഭവം. കാനറീസ്, ലാബ്രഡോർ, ബെൻഗോല. കാനറീസ്, ലാബ്രഡോർ, ബെൻഗോല. ലാസ്റ്റത്തത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏതൊക്കെ ഉണ്ടായിരുന്നു? ഒന്ന് അഗുൽഹാസ്, മൊസാംബിക്ക്. ശീതജലമാണെങ്കിലോ പശ്ചിമ ഓസ്ട്രേലിയൻ. ശീതജലം ഏതാണ്? പശ്ചിമ ഓസ്ട്രേലിയൻ. ഒന്നുകൂടെ ഇപ്പൊ തന്നെ പഠിച്ചോളാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കും. ഫൈനൽ ആണ്, ലാസ്റ്റത്തെയാണ്, ശ്രദ്ധിച്ചോളൂ. പസഫിക്കിലുള്ള ഏതൊക്കെയായിരുന്നു? കുറേഷ്യോ, അലാസ്ക. ഏതൊക്കെയായിരുന്നു? കുറേഷ്യോ, അലാസ്ക. ക്ലിയർ ആണല്ലോ? കുറേഷ്യോ, അലാസ്ക. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം, അഗുൽഹാസ്, മൊസാംബിക്ക്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ശീതജല പ്രവാഹം ചോദിച്ചാലോ പശ്ചിമ ഓസ്ട്രേലിയൻ. ഏതാണ്? പശ്ചിമ ഓസ്ട്രേലിയൻ. ക്ലിയർ ആണല്ലോ? അടുത്ത പസഫിക്കിൽ ഉണ്ടായിരുന്ന ശീതജലമാണെങ്കിലോ ഒയാഷിയോ, കാലിഫോർണിയ, ഹംബോൾട്ട്, ഒഖാസ്ക്. അറ്റ്ലാന്റിക്കിലുള്ള ഉഷ്ണജലം രാജ്യങ്ങളുടെ പേര് ബ്രസീല്, ഫ്ലോറിഡ, ഗൾഫ്, പിന്നെ ലാസ്റ്റ് നോർവീജിയൻ. ഓക്കെ ആണല്ലോ? ബ്രസീല്, ഗൾഫ് സ്ട്രീം, ഫ്ലോറിഡ, നോർവിച്ച്. ശീതജലം ചോദിച്ചു കഴിഞ്ഞാലോ കാനറീസ്, ലാബ്രഡോർ, ബെൻഗോല. ഇനി ഞാൻ ചോദിക്കുന്നതിന്റെ സമുദ്രം ഏതാണെന്ന് പെട്ടെന്ന് കമന്റ് ചെയ്യണം. പസഫിക് ആണെങ്കിൽ പി എന്ന് കമന്റ് ചെയ്യുക, അറ്റ്ലാന്റിക് ആണെങ്കിൽ എ എന്ന് കമന്റ് ചെയ്യുക, ഇന്ത്യൻ ആണെങ്കിലോ ഐ എന്ന് കമന്റ് ചെയ്യുക. വളരെ വേഗത്തിൽ കമന്റ് ചെയ്യണം, എല്ലാരും കമന്റ് ചെയ്യണം. കുറേഷ്യോ കമന്റ് ചെയ്തോ. കുറേഷ്യോ പെട്ടെന്ന് കമന്റ് ചെയ്തോളാം. കുറേഷ്യോ. ഓക്കെ, അടുത്തത് മൊസാംബിക്. ലാബ്രഡോർ. അടുത്തത് ലാബ്രഡോർ. ഓക്കെ, അടുത്തത് അഗുൽഹാസ്. അടുത്തത് അലാസ്ക. ഓക്കെ, ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഉഷ്ണജലമാണോ ശീതജലമാണോ എന്നുള്ള കമന്റ് ചെയ്യണം. നിങ്ങൾ രണ്ടെണ്ണം ഒരുമിച്ച് വേണം. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ കുറേഷ്യോ എന്ന് പറയുകയാണെങ്കിൽ പസഫിക് ആണെങ്കിൽ ആദ്യം പസഫിക്കിന്റെ പി. അടുത്ത ഉഷ്ണജലമാണെങ്കിൽ ഹോട്ടിൻ്റെത്. യഥാർത്ഥത്തിൽ വാം കറണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. വാം കറണ്ട് എന്നാണ് പറയുക. തൽക്കാലം നിങ്ങൾ ഹോട്ട് എന്നുള്ള രീതിയിൽ ഹെച്ച് കമന്റ് ചെയ്യണം. ഇനി ശീതജലമാണെങ്കിൽ എന്ത് ചെയ്യണം? സി കമന്റ് ചെയ്യണം. ഓക്കെ, ടി സി എന്ന്. അപ്പോ പസഫിക് ആണെങ്കിൽ ഫസ്റ്റ് പസഫിക്കിന്റെ പി, രണ്ടാമത് ഉഷ്ണമാണെങ്കിൽ എച്ച്, ശൈത്യമാണെങ്കിൽ സി. അറ്റ്ലാന്റിക് ആണെങ്കിലോ എ, ശൈത്യമാണെങ്കിൽ സി, ചൂടാണെങ്കിൽ എച്ച്. ഇന്ത്യൻ ആണെങ്കിൽ ഫസ്റ്റ് ഐ, രണ്ടാമത് ഉഷ്ണമാണോ ശീതമാണോ എന്നുള്ള രീതിയിൽ കമന്റ് ചെയ്യണം. ഇനി കുറച്ചുകൂടെ ഡീപ്പായിട്ട്. അപ്പോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അഗുൽഹാസ്. ഓക്കെ, ഇന്ത്യൻ ഉഷ്ണജല പ്രവാഹം. അടുത്തത് ബെൻഗോല. ഓക്കെ, അറ്റ്ലാന്റിക്കിലാണ്, ശീതജല പ്രവാഹമാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നോർവീജിയൻ. ഓക്കെ, അറ്റ്ലാന്റിക്കിലുള്ള ഉഷ്ണജല പ്രവാഹം. ഇത്രയേ ഉള്ളൂ. അപ്പോ ഇനി അടുത്ത് വൺ വേർഡ് ക്വസ്റ്റ്യനോട് പോകാൻ പോകുന്നു. PSC ഏറ്റവും കൂടുതൽ ഒരു 3 വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണുള്ളത്. നമ്മൾ കണക്കിംഗ് ആയിട്ട് വീണ്ടും പോകും, എങ്കിലും പ്രധാനപ്പെട്ടത് ആദ്യം പറയാം. അപ്പോ PSC ചോദിക്കാനുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ളത് അറ്റ്ലാന്റിക് സമുദ്രത്തിലുള്ള നോർത്ത് അറ്റ്ലാന്റിക്കിന്റെ ഭാഗത്താണ്. സംഭവം എന്ന് പറഞ്ഞാൽ ഇത്രയുള്ളൂ. നമ്മൾ അറ്റ്ലാന്റിക്കിൽ ഇപ്പോൾ ഒരു ഉഷ്ണജല പ്രവാഹം പഠിച്ചു. ആ ഉഷ്ണജല പ്രവാഹം എന്ന് പറഞ്ഞാൽ ഗൾഫ് സ്ട്രീം.
അറ്റ്ലാന്റിക് സമുദ്രത്തില് ചൂടായിട്ടുള്ള നമ്മുടെ ഉഷ്ണജല പ്രവാഹമായ ഗൾഫ് സ്ട്രീം ഇങ്ങനെ മുകളിലോട്ട് പോകും. അപ്പൊ മുകളിൽ നിന്നാണെങ്കിൽ ലാബ്രഡോർ പ്രവാഹം താഴോട്ട് വരും. ശീതജല പ്രവാഹമായിട്ടുള്ള ലാബ്രഡോർ പ്രവാഹം താഴോട്ട് വരും. അപ്പൊ ഇവിടെ നിന്നും ഉഷ്ണജല പ്രവാഹമായിട്ടുള്ള ഗൾഫ് സ്ട്രീം അങ്ങോട്ട് പോകുമ്പോൾ മുകളിൽ നിന്നാണെങ്കിൽ ലാബ്രഡോർ പ്രവാഹം വരും. അപ്പൊ ഈ ഉഷ്ണജലവും ശീതജലവും കൂടെ മിക്സ് ആകുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ ഉഷ്ണജലവും ശീതജലവും കൂടെ മിക്സ് ആകുന്ന ഏരിയയിലാണെങ്കിൽ ടെമ്പറേച്ചറിൽ വ്യത്യാസം വരും, ലവണത്വത്തിൽ വ്യത്യാസം വരും. അത് കാരണം ഒരുപാട് മത്സ്യങ്ങൾ പ്രജനനത്തിനും മറ്റു ആവശ്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ വരും. ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ നോർത്ത് ഭാഗത്തുണ്ടായിരുന്ന മത്സ്യങ്ങൾ ഏറെ കുറെ വന്നു ചേരുന്നത് ഇവിടെയായിരിക്കും. കാരണം ടെമ്പറേച്ചറിലും അതിന്റെ സാന്ദ്രതയിലൊക്കെ വ്യത്യാസമുള്ളതുകൊണ്ട് ഇവിടെ വരും. അങ്ങനെ വരുമ്പോൾ ഇവിടെ നിന്നാണ് എല്ലാവരും മീൻ പിടിക്കാൻ എളുപ്പം. അങ്ങനെ ഏറ്റവും കൂടുതലുള്ള മത്സ്യബന്ധനം ചോദിച്ചു കഴിഞ്ഞാൽ നോർത്ത് അറ്റ്ലാന്റിക്കിലുള്ള ഈ സ്ഥലത്തിന്റെ പേര് ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഗ്രാൻഡ് ബാങ്ക്സ്. ഗ്രാൻഡ് ബാങ്ക്സ് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയും. അപ്പോൾ നോർത്ത് അറ്റ്ലാന്റിക്കിലെ ഗ്രാൻഡ് ബാങ്ക്സിൽ നിന്നാണ് ഏറ്റവും വലിയ മത്സ്യസമ്പത്ത് അല്ലെങ്കിൽ ഏറ്റവും വലിയ മത്സ്യബന്ധനം ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാൻഡ് ബാങ്ക്സ് ആണ്. ക്ലിയർ ആണല്ലോ. പക്ഷെ സമുദ്രം ചോദിച്ചു കഴിഞ്ഞാൽ പസഫിക് സമുദ്രത്തിലാണ് ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ളത്. അത് മാറിപ്പോരുന്നത്. നമ്മുടെ ഭൂമിയുടെ 3/1 പസഫിക് സമുദ്രമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം മത്സ്യബന്ധനം അല്ലെങ്കിൽ മത്സ്യങ്ങൾ ഏറ്റവും കൂടുതലുള്ള സമുദ്രം എന്ന രീതിയിലാണ് ചോദിക്കുന്നതെങ്കിൽ ഓപ്ഷൻ വരുമ്പോൾ പസഫിക്കിലാണ് കേട്ടോ, വടക്കിഴക്കൻ പസഫിക്കാണ്. പക്ഷെ ഈ ഉഷ്ണജലവും ശീതജലവും കൂടെ ചേർന്നിട്ട് ഏറ്റവും കൂടുതൽ മത്സ്യങ്ങൾ ഉള്ള രീതിയിൽ ഓപ്ഷനിൽ ഗ്രാൻഡ് ബാങ്ക്സ് ഉണ്ടെങ്കിൽ ഗ്രാൻഡ് ബാങ്ക്സ് ആണ്. ക്വസ്റ്റ്യൻ രണ്ടും സെയിം ആയിരിക്കും, ഏകദേശം ഒരുപോലെ വരും. പക്ഷെ വ്യത്യാസം ഓപ്ഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഗ്രാൻഡ് ബാങ്ക്സ് ഉണ്ട്, അത് പർട്ടിക്കുലർ സ്ഥലങ്ങളുടെ പേരാണ്, ഒരു പ്രദേശത്തിന്റെ പേരാണ് ഓപ്ഷനിൽ കാണുന്നതെങ്കിൽ ഗ്രാൻഡ് ബാങ്ക്സ് ആണ്. പ്രദേശത്തിന്റെ പേരാണ് കാണുന്നതെങ്കിൽ ഗ്രാൻഡ് ബാങ്ക്സ് ആണ്. എന്നാൽ കടലാണ് ചോദിക്കുന്നത്, സോറി സമുദ്രമാണ് ചോദിക്കുന്നതെങ്കിൽ അത് പസഫിക് ആണ്. പസഫിക്, വടക്കിഴക്കൻ പസഫിക്. തൽക്കാലം നമുക്ക് ഈ ടോപ്പിക്കിനകത്ത് ആവശ്യമുള്ളത് ഇതാണ്, ഗ്രാൻഡ് ബാങ്ക്സ്. അപ്പൊ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്നത് അറ്റ്ലാന്റിക്കും നോർത്തേൺ അറ്റ്ലാന്റിക്കിലെ ഗ്രാൻഡ് ബാങ്ക്സ്. കാരണം ഉഷ്ണജല പ്രവാഹമായ ഗൾഫ് സ്ട്രീം, ശീതജല പ്രവാഹമായ ലാബ്രഡോർ പ്രവാഹവും ഒന്നിക്കുന്നു. ഇത് രണ്ട് രീതിയിൽ ചോദിക്കാറുണ്ട്. ഒന്ന്, ഉഷ്ണജല പ്രവാഹമായ ഗൾഫ് സ്ട്രീമും ലാബ്രഡോർ ശീതജല പ്രവാഹവും ഒന്നിക്കുന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ വെച്ച് ഗ്രാൻഡ് ബാങ്ക്സ് ആണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാൻഡ് ബാങ്ക്സ് ആണ്. ക്ലിയർ ആണല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഇനി അടുത്തൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, നമ്മുടെ ഈ പസഫിക് സമുദ്രത്തില് നമ്മുടെ 180 കടന്നു പോകുന്ന ഒരു പ്രദേശമുണ്ട്, ബെറിംഗ് കടലിടുക്ക്. ഈ പസഫിക് സമുദ്രത്തിലെ ഒരു കടലിടുക്കാണ് ബെറിംഗ് കടലിടുക്ക്. ഇതുവഴി വടക്ക് നിന്ന് തെക്കോട്ട് വീശുന്ന അല്ലെങ്കിൽ തെക്കോട്ട് സഞ്ചരിക്കുന്ന ഈ പ്രവാഹം ഏതെന്ന് ചോദിച്ചു. വടക്ക് നിന്നും തെക്കോട്ടുള്ള പ്രവാഹം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഏത് പ്രവാഹമായിരിക്കും? എച്ച് ആണോ സി ആണോ? പെട്ടെന്ന് കമന്റ് ചെയ്തോ. വടക്ക് നിന്നും തെക്കോട്ട് വരുന്നതാണ് പറയുന്നത്. പസഫിക് സമുദ്രത്തില് വടക്ക് നിന്നും തെക്കോട്ട്, അതായത് ധ്രുവത്തിൽ നിന്നാണ് ഉദ്ദേശിച്ചത്. നോർത്ത് ഭാഗത്തുനിന്ന് നമ്മുടെ ഭൂമധ്യരേഖയോട് വരുന്നത് കോൾഡ് വാട്ടറാണ്. ഓക്കെ, അപ്പോ അവിടെയാണെങ്കിൽ ശീതജല പ്രവാഹം അത് ഏതെന്നാണ് ചോദിച്ചത്. പസഫിക് സമുദ്രത്തിലെ ബെറിംഗ് കടലിടുക്ക്. ഇതിനൊരു പ്രത്യേകത, നമ്മൾ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ നേരത്തെ പറഞ്ഞില്ലേ 180 സമയം ഡേറ്റ് നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന അന്താരാഷ്ട്ര ദിനാങ്ക രേഖ 180 കടന്നു പോകുന്നത് ഈ പസഫിക്കിലെ ബെറിംഗ് കടലിടുക്കിലൂടെയാണ്. ഈ കടലിടുക്കിന്റെ ഭാഗത്ത് വീശുന്ന ഇതുവരെ അനുഭവപ്പെടുന്ന ശീതജല പ്രവാഹം ചോദിച്ചാൽ ഒയാഷിയോ. ഏതാണ്? ഒയാഷിയോ. ശീതജല പ്രവാഹം ചോദിച്ചാൽ ഏതാണ്? ഒയാഷിയോ. ക്ലിയർ ആണല്ലോ. അപ്പോ ശീതജല പ്രവാഹം ഏതാണ്? ഒയാഷിയോ. ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിച്ചുള്ള ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ ആയിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ഏറ്റവും ശക്തമായ പ്രവാഹം ഏതാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഭൂമിയിൽ ഏറ്റവും ശക്തമായ പ്രവാഹം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്ലാന്റിക് സർക്കംപോളാർ സ്ട്രീം എന്ന് പറയും. സർക്കം പോളാർ എന്ന് കണ്ടാലും സർക്കം പോൾ എന്ന് കണ്ടാലും ഒന്നിനെയാണ്. സർക്കം പോൾ അല്ലെങ്കിൽ സർക്കം പോളാർ എന്ന് കണ്ടാലും ഒന്നിനെയാണ്. നമ്മുടെ ഇത് ദക്ഷിണാർദ്ധ ഗോളത്തിലാണ് അന്റാർട്ടിക് സമുദ്രം ഉള്ളത്. അത് മാറിപ്പോട്ടെ, അന്റാർട്ടിക് സമുദ്രം. ആർട്ടിക് ആണെങ്കിൽ ഉത്തര ധ്രുവത്തില്, ഭൂമിയില് ഉത്തര ധ്രുവത്തിലാണെങ്കിൽ ആർട്ടിക്കം, ദക്ഷിണ ധ്രുവത്തിലാണെങ്കിൽ അന്റാർട്ടിക്കും. ഈ ദക്ഷിണ ധ്രുവത്തിലൂടെ പോകുന്ന ഒന്നാണ് അന്റാർട്ടിക് സർക്കം പോളാർ സ്ട്രീം. ദക്ഷിണ ധ്രുവത്തിന്റെ ഭാഗത്തൂടെ, അല്ലെങ്കിൽ നമ്മളായതുകൊണ്ട് സമുദ്രം ഉണ്ടല്ലോ, ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്ന അന്റാർട്ടിക് സമുദ്രം. ഈ അന്റാർട്ടിക് സമുദ്രത്തിലൂടെ പോകുന്ന ഒരു പ്രവാഹമാണ് അന്റാർട്ടിക് സർക്കം പോൾ സ്ട്രീം അല്ലെങ്കിൽ പോളാർ സ്ട്രീം എന്ന് പറയുന്നതാണ്. അന്റാർട്ടിക് സർക്കം പോളാർ സ്ട്രീം. അപ്പോൾ അന്റാർട്ടിക് സർക്കം പോളാർ സ്ട്രീം ആണ് ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ശക്തമായ പ്രവാഹം.
അപ്പൊ 3 ക്വസ്റ്റ്യൻ പ്രധാനമായിട്ട് ഓർമ്മിക്കുക. ഒന്ന് ബെറുംകടലിലൂടെ ഒയാഷിയോ, അന്റാർട്ടിക് സർക്കം പോളാർ സ്ട്രീം ആണെങ്കിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത്. പിന്നെ ഓർമ്മിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നേരത്തെ പഠിച്ചു മത്സ്യബന്ധനമാണെങ്കിൽ ഗ്രാൻഡ് ബാങ്ക്സ് ആണ്. കാരണം അവിടെ 2 പ്രവാഹമുണ്ട്. ഉഷ്ണജലമായിട്ടുണ്ടായിരുന്ന ഏതാണ് ലാബ്രഡോറും, സോറി ശീതജലമായിട്ടുണ്ടായിരുന്ന ലാബ്രഡോറും ഉഷ്ണജല പ്രവാഹമായിട്ടുണ്ടായിരുന്ന ഗൾഫ് സ്ട്രീമും ഒരുമിക്കുന്നതാണ് ഗ്രാൻഡ് ബാങ്ക്സ്. ഇത് ഇത്രയും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ? അപ്പൊ സമുദ്രജല പ്രവാഹങ്ങൾ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിക്കാണാം. അത് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് കുറെ ക്വസ്റ്റ്യൻസ് പഠിച്ചു. ഇത് നമ്മൾ രണ്ടാമത്തെ സെറ്റായിട്ട് പഠിച്ചത്. ആദ്യത്തെ സെറ്റായിട്ട് അക്ഷാംശം രേഖാംശം പഠിച്ചു. അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇത്രയും ഓക്കെ ആണോ? ഇത്രയും സെറ്റ് ആണോ? അത്യാവശ്യം നല്ല പാടുള്ള ഒരു ഏരിയയാണ് ഞാൻ എടുത്തതെന്നറിയാം. പെട്ടെന്ന് തലയ്ക്കകത്ത് കയറാൻ ബുദ്ധിമുട്ടുള്ള ഏരിയയാണ്. അത്യാവശ്യം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഏരിയ നിന്നാണ്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇന്നത്തെ വോയിസ് വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ ഇന്ന് അത്യാവശ്യം നല്ല ഒരു മൈക്ക് യൂസ് ചെയ്ത് അത്യാവശ്യം നല്ല സൗണ്ട് താഴ്ത്തിയാണ് സംസാരിച്ചത്. വോയിസ് ക്ലിയർ തന്നെയാണല്ലോ? വേറെ കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ? സാധാരണ ക്ലാസ്സിനേക്കാളും വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ വോയിസ്? അടുത്ത ക്ലാസ്സിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സാധാരണ ഇതിന് മുന്നേ ഉള്ള ക്ലാസ് എടുക്കുന്നതിനേക്കാളും വോയിസ് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും വേറെ ഡൗട്ട് ഒന്നുമില്ലല്ലോ? മൈൻഡ് അപ്പ് ചെയ്യാമോ? വേറെ ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ സെറ്റ്. അപ്പൊ നമ്മളിന്ന് പ്രധാനമായിട്ട് 2 ഏരിയയാണ് നോക്കിയത്. അക്ഷാംശ രേഖാംശം ചെയ്യുന്ന ഒരു ഏരിയ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടേതായിട്ടുള്ള നമ്മുടെ ജലപ്രവാഹങ്ങളുള്ളത്. ഇത് രണ്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉള്ളതാണ്. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഏരിയ. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി നേരത്തെ ഒരുപാട് എഴുതും. പിന്നെ ഇതിപ്പോ ചോദിച്ചതുകൊണ്ട് ഈ 2 ഏരിയ പൊതുവെ പലർക്കും കിട്ടാത്ത മാർക്കാണ് ഈ 2 ഏരിയയും. കിട്ടാൻ അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ നമ്മൾ അതൊന്ന് കവർ ചെയ്തു. ഓക്കെ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ പ്രീവിയസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഡാ ബൈ. അപ്പോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി. ഓക്കെ. ഓക്കെ.